أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു സ്ഥാപിച്ച മതമാണ്. വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഇസ്ലാം ദീനിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനമാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം തുഹ്ഫയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം ദീൻ വളഉൻ ഇലാഹിയുൻ, അതൊരു ദൈവിക സംവിധാനമാണ്. അഥവാ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ള സംവിധാനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സായിഖുൻ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ അത് നയിക്കും. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, വാള് കാണിച്ചിട്ടല്ല, കുന്തം പൊക്കി കാണിച്ചിട്ടല്ല. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരുടെ സ്തുത്യർഹമായ അവരുടെ ചോയ്സ് മുഖേന അവർ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി കടത്തുന്ന പരിപാടി ഇല്ല. ഇസ്ലാമിന്റെ നിർവചനം പറയുമ്പോൾ തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുകയാണ്. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. മനുഷ്യർക്ക്, എല്ലാ സൃഷ്ടികൾക്കും സർവവിധത്തിലും എവിടെയും എപ്പോഴും എങ്ങനെയും ഖൈറായതെന്താണോ, നന്മ എന്താണോ, അതിലേക്ക്
ബുദ്ധിയുള്ളവരെ നയിക്കുന്ന ലോകസട്ടാവായ അള്ളാഹുവിൻ്റെ സംവിധാനമാണ് അൽ ഇസ്ലാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ ജീവിത പരിപാടിയായി തേടിയാൽ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, അവനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, അവൻ പാരത്രിക ലോകത്ത് മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടവരിൽ പെട്ടവനാണ്, പരാജയപ്പെട്ടവനാണ്. ഇസ്ലാമിനെ ജീവിത രീതിയായി സ്വീകരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറയുന്നത്. മറ്റ് യാതൊരു മതക്കാരെയും മതമില്ലാത്തവരെയും ആരെയും ദ്രോഹിക്കാനോ ആരെങ്കിലും ശല്യം ചെയ്യാനോ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കാനോ ഒരു മുസ്ലിമിന് വകുപ്പില്ല. മറിച്ച് എല്ലാ ജനങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്യുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ പലതാണ്, പല വിധത്തിലുള്ളതാണ്. നമ്മൾ സാമ്പത്തികമായ ഉപകാരങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാറുണ്ട്, വസ്ത്രമില്ലാത്തവന് ഡ്രസ്സ് കൊടുക്കാറുണ്ട്, വീടില്ലാത്തവന് വീട് വെച്ച് നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ പല വിധത്തിലും പലവിധ സഹായങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ്. അതിൽ നമ്മൾ പ്രത്യേകം വിവേചനമൊന്നും കാണിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ നാട്ടിലും പരിസരത്തുമുള്ള എല്ലാ നല്ലവരായ ജനങ്ങളുടെയും സഹകരണത്തോടെ SOSന്റെ പ്രവർത്തകരാണ്. SOSന്റെ കീഴിൽ വളരെ ഭംഗിയായി സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഈ ഇന്ന മതക്കാരനെന്നോ ഇന്ന കക്ഷിയെന്നോ ഇന്ന പാർട്ടിക്കാരനെന്നോ ഇന്ന ആശയക്കാരനെന്നോ വ്യത്യാസമില്ലാതെയാണ് നാം ഉപകാരങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അൽഹംദുലില്ലാഹ്, അതൊക്കെ ആവശ്യമാണ്, വേണ്ടതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനാണ്. നമ്മുടെ ശരീരത്തിന് ഉപകാരം ചെയ്യുക എങ്ങനെയാണ്? നമ്മുടെ ശരീരം ഒരു രോഗത്തിൽ പോയി ചാടി വീണ് ഒതുങ്ങുന്നതിനെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. രോഗത്തിൽ പെട്ടുപോകരുത്. അതിനുവേണ്ടി ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ആരും ഒരു വിഷമെടുത്ത് കുടിക്കുകയില്ല. വിഷമുണ്ടെന്നറിഞ്ഞാൽ അത് ഉപയോഗിക്കുകയില്ല. കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാവും എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം. ഇതേപോലെ നാം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാകുമ്പോൾ മറ്റേതെങ്കിലും ഒരാൾക്ക് ഒരു വിഷമുള്ള പാനീയമോ ഭക്ഷണമോ മറ്റൊരാളുടെ വയറ്റിൽ എത്തിപ്പോകുന്നതിനെ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പാമ്പുള്ള വഴിയാണെങ്കിൽ അതിലെ വെളിച്ചമില്ലാതെ പോകരുത്, പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് മറ്റുള്ളവരെ നമ്മൾ ഉണർത്താറുണ്ട്. ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരം പല വിധത്തിലാണ്. ഒരു ഭ്രാന്തൻ നായയുള്ള കാലം, കടിക്കുന്ന നായ ഓടി നടക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടുകയില്ല. എന്തിനധികം പറയണം, ഓരിച്ചെരിയുന്ന മഴ വലിയ നിഅ്മത്താണ്. പക്ഷെ ആ മഴ പെയ്ത് അങ്ങനെ തന്നെ ശരീരത്തിലേക്ക്, തലയിലേക്ക് മഴ കൊണ്ടാൽ പനിക്കുമെന്ന് തോന്നിയാൽ നമ്മുടെ മക്കളെ നാം ആ മഴയത്തേക്ക് അഴിച്ചുവിടാറില്ല. ഇതേപോലെ നമുക്കറിയാം, ഏത് വിഷയത്തിൽ വരുമ്പോഴും എന്തിനധികം പറയണം,
ചില ചെറുപ്പക്കാരായ കുട്ടികൾ ഈ ഹെൽമെറ്റ് ധരിക്കാതെ സൈക്കിളിന്റെ മുകളിൽ ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ചില ഡ്രൈവർമാർ, പോലീസുകാർ എവിടെയെങ്കിലും നിർത്തി പരിശോധിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവർക്ക് അവരെ കോഡ് ഭാഷയിൽ ചിലപ്പോൾ ചില സിഗ്നൽ കൊടുക്കലുണ്ട്. അപ്പോൾ ചില ചെറുപ്പക്കാരെ കുട്ടികൾ സൈക്കിൾ പെട്ടെന്ന് തിരിച്ച് മടങ്ങിപ്പോകുന്നത് കാണും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഏതോ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഓരോരുത്തരും ഒന്നിൽ കുടുങ്ങരുത് എന്ന് മനസ്സിലാക്കി പലരും ഉപകാരം ചെയ്യാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ഉപകാരം ചെയ്യേണ്ടത് നമ്മുടെ ശരീരം. ഈ ശരീരം നമുക്ക് ഈ ലോകത്ത് വെച്ച് ഭൂമിയിൽ ജീവിച്ച് മരിച്ചു ചെന്നതിന് ശേഷം ഈ ശരീരം ഒരു ശിക്ഷിക്കപ്പെടുന്ന ശരീരമാകരുത്, വേദന അനുഭവിക്കുന്ന ശരീരമാകരുത്, പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ശരീരമാകരുത്, മറിച്ച് രക്ഷപ്പെടുന്ന ശരീരമാകണം. അതേപോലെ നമ്മുടെ ആത്മാവ് ഏത് കാലത്തും വേദന അനുഭവിക്കുന്ന ആത്മാവായി പോകരുത്. അതിന് മനുഷ്യന് വലിയ ഉപകാരം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുക, ആത്മീയമായ പ്രഭാഷണങ്ങൾ നടത്തുക. ആത്മീയമായി നമ്മൾ സ്വയം സംസ്കാരമുള്ളവരാവുകയും മറ്റുള്ളവരെ ഉന്നതമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അത് വളരെ വലുതാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, റഷ്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, എല്ലാ രാഷ്ട്രത്തിന്റെയും അധിപനാകുന്നതിനേക്കാൾ, ലോകത്ത് ഏറ്റവും വലിയ ധനാഢ്യനാകുന്നതിനേക്കാൾ, ഏറ്റവും വലിയ ആരോഗ്യമുള്ളവനാകുന്നതിനേക്കാൾ, എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവിധ പുരസ്കാരങ്ങളും വാരിക്കൂട്ടുന്നതിനേക്കാൾ എത്രയോ അല്ലാഹുവിന്റെ അടുക്കൽ ഫലം ചെയ്യുന്ന വിഷയം നീ മുഖേന ഒരു മനുഷ്യനെങ്കിലും നന്നാകലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അരുളുകയുണ്ടായി. നമ്മൾ മുഖേന ഒരാളെങ്കിലും നന്നാവുക. ആ നന്നാകുന്ന ഒന്നാമത്തെ ആള് ഞാനാകണം. ഈ പ്രസംഗിക്കുന്ന എനിക്ക് മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന ധാരണയാണെങ്കിൽ എന്നെക്കാൾ മോശക്കാരനായി ഈ സദസ്സിൽ വേറെ ആരുമില്ല. ആദ്യമായി എന്റെ മനസ്സിൽ പതിയേണ്ടത് ഇവരെല്ലാവരും എന്നെക്കാൾ നല്ലവരാണ്, എന്നെക്കാൾ ഉത്തമരാണ്, എന്നെക്കാൾ ഉയർന്നവരാണ്, എന്നെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ളവരാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവനും അറിവ് കുറഞ്ഞവനും അമലില്ലാത്തവനും അതേപോലെ പല അപകടങ്ങളിലും ചാടിയവനും പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചു പോയവനും പലപ്പോഴും സൽക്കർമ്മങ്ങൾ ചുരുങ്ങിപ്പോയവനും ഈ പാവപ്പെട്ട ഞാനായിരിക്കുമെന്ന് പ്രസംഗിക്കുന്ന എനിക്ക് തോന്നണം. അതുപോലെ ഓരോരുത്തർക്കും തോന്നണം. നേരെ മറിച്ച് ഞാനൊരു നല്ലവൻ, മറ്റുള്ളവരെല്ലാം മോശക്കാര് എന്ന ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം ചീത്തയായി പോയി, നമ്മുടെ മനസ്സ് മോശമായി പോയി. മനസ്സൊരിക്കലും മോശമാകാൻ പാടില്ല. മനസ്സിൽ ഞാനൊരു വലിയവൻ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഖുർആൻ പറഞ്ഞില്ലേ, റഹ്മാനായ റബ്ബ്, ആ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എല്ലാവരും റബ്ബിന്റെ അടിമകളാണ്. ആരാണ് ഇവിടെ ഉടമസ്ഥന്മാരുള്ളത്? ആരും ഇവിടെ ഉടമസ്ഥന്മാരല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിന് ഒരു തലവേദന വന്നാൽ അത് വീറ്റോ ചെയ്യാൻ ആ പ്രസിഡന്റിന് കഴിയില്ല. റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് വയറ്റിൽ വേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഒരുപാട് വസ്തുക്കൾ പല വിധത്തിലും നിർമ്മിക്കുന്ന ചൈനയുടെ പ്രധാനമന്ത്രിക്ക് ഊരവേദന വന്നാൽ നേരിടാൻ കഴിയില്ല. നമ്മൾ നേരിൽ കണ്ടതല്ലേ, ഈ അടുത്ത കാലത്ത് കൊറോണ വൈറസ് വന്നപ്പോ, കോവിഡ് പിടിപെട്ടപ്പോ അമേരിക്കക്ക് അതിനെ തടുക്കാൻ കഴിയുന്നില്ല. ചൈനയിൽ നിന്നാണ് പുറപ്പെടുന്നത്, ചൈനക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഒരു രാഷ്ട്രത്തിനും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല.
ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവത്തിൽ കാണുകയല്ലേ? കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഭരണാധികാരിയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവനും യഥാർത്ഥത്തിൽ എന്തും ഉള്ളവൻ അവൻ അല്ലാഹു മാത്രമാണ്. മുൻഫരിദും ബിൽ ഖൽഖി വതദ്ബീരി ജല്ല അനിസ്സബീഹി വന്നദീരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അവൻ സൃഷ്ടിക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഇവിടെ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല. എല്ലാം അവന്റെ അധികാരത്തിലാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ എല്ലാ നിലക്കും ഖൈർ വർദ്ധിച്ചവനാണ്. സർവ നന്മകളും സർവ മഹിമകളും ഒത്തിണങ്ങിയവനാണ്, ഒത്തുചേർന്നവനാണ്. ബിയദിഹിൽ മുൽക്ക് അവനിലാണ്, അവന്റെ കൈവശത്തിലാണ് എല്ലാ അധികാരവുമുള്ളത്. ആർക്കും ഇവിടെ യഥാർത്ഥത്തിൽ അധികാരമില്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. പറയൂ നബിയേ, മാലികൽ മുൽക്ക് സർവ അധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ് എന്റെ സ്വന്തം ശരീരത്തിലോ ശരീരത്തിലുള്ള അവയവങ്ങളിലോ ഉപകരണങ്ങളിലോ എന്റെ സമ്പത്തിലോ എന്റെ ആയുസ്സിലോ എന്റെ ആരോഗ്യത്തിലോ ഞാനുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ വിഷയങ്ങളിലോ ആർക്കും അധികാരമില്ല. സർവാധികാരിയായി ഉള്ളവൻ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹു തന്നെ. പലപ്പോഴും ചെറിയ എന്തെങ്കിലും അധികാരങ്ങൾ പടച്ച റബ്ബ് നൽകുമ്പോ അഹങ്കാരം തോന്നും നമുക്ക്. എനിക്കങ്ങനെ ഒരു അധികാരമുണ്ട്, ഞാനതിൻ്റെ പ്രസിഡന്റാണ്, ഇതിൻ്റെ സെക്രട്ടറിയാണ്, ഞാനതിൻ്റെ മെമ്പറാണ്, ഞാനതേ പലതും സ്ഥാനങ്ങളുള്ളവനാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ വകാന ദാലിക അലല്ലാഹി യസീർ. ഓ മനുഷ്യ, ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, നിന്റെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, അതേ എവിടെ എങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിവിടെ നടപ്പാക്കുന്നത് റബ്ബാകുന്ന നമ്മളാണ്. ആ റബ്ബാകുന്ന നമ്മളത് നടപ്പാക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചതാണ്, മുഴുവനും റിക്കാർഡാക്കി വെച്ചതാണ്. അതാണല്ലോ കിതാബും മഹ്ഫൂദ്. സംരക്ഷണം, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള സർവ്വ വിഷയങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ഒരു സൃഷ്ടി തന്നെ റബ്ബിനുണ്ടല്ലോ. അല്ലാഹ് പറയുന്നു, ഇവിടെ ഭൂമിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും, നിന്റെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും, നീ ഒരു പക്ഷേ ഒരു വലിയ ധനാഢ്യനായി നിനക്ക് ചിലപ്പോൾ തോന്നും, അതെന്റെ ഹിക്മത്ത് കൊണ്ട് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണെന്ന് തോന്നും. നിനക്കൊരു പക്ഷേ നല്ല ആരോഗ്യം ലഭിക്കുമ്പോ അത് എൻ്റെ പവറാണെന്ന് നിനക്ക് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ നിനക്ക് വിവരം ലഭിക്കുമ്പോ ഞാൻ വലിയ വിവരമുള്ളവനാണെന്ന ഹുങ്ക് തോന്നും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിക്കുമ്പോ അഹങ്കാരം വരും. സുബ്ഹാനല്ലാഹ്, ഞാനും അവനും തമ്മിൽ മത്സരിച്ചില്ലേ, വിജയം കൈവരിച്ചത് ഞാനല്ലേ, അവൻ പരാജയപ്പെട്ടില്ലേ, അവൻ എന്നെ കുത്താൻ നടന്നില്ലേ,
അവൻ വീണു പോയില്ലേ? ഇങ്ങനെയൊക്കെ പല ചിന്തകളും മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താൻ കടത്തി വരും. അല്ലാഹു പറയുന്നു, ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് നിന്റെ ശരീരത്തിലോ ഭൂമിയിലോ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതേ ഒരു പക്ഷേ നിനക്ക് സന്തോഷമുള്ള വിഷയങ്ങൾ, ഒരു പക്ഷേ നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരു പക്ഷേ നിന്റെ വീട് ഒലിച്ചുപോയി, അല്ലെങ്കിൽ നിന്റെ മക്കൾ മരിച്ചുപോയി, അല്ലെങ്കിൽ നിന്റെ സമ്പത്തുകൾ ചുട്ട് കരിഞ്ഞു പോയി, അല്ലെങ്കിൽ നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിന്റെ ബിസിനസ് പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ നിനക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വേറെ എന്തെല്ലാമോ സംഭവിച്ചു പോയി. അതേ സുബ്ഹാനല്ലാഹ്, നമ്മൾ കണ്ടതല്ലേ? ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? വയനാട്ടിൽ ഒരു ദിവസം കിടന്നുറങ്ങിയ ജനങ്ങൾ, ആ ഉറങ്ങുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നേരം വെളുത്തു നോക്കുമ്പോൾ കഷ്ണം കഷ്ണമായി തുന്നം പാറിപ്പോയിട്ടുണ്ട്. അവര് മാത്രമല്ല, അവരൊരു നാട് തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെയുള്ള സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയുള്ള വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഭദ്രമായി സൂക്ഷിച്ചു വെച്ച സ്വർണം എവിടെ? വൃത്തിയായി തേച്ചു വെച്ച വസ്ത്രങ്ങൾ എവിടെ? വളരെ നന്നായി പെയിന്റ് ചെയ്തു വെച്ച വീടുകൾ എവിടെ? മറ്റുള്ള സ്ഥാപനങ്ങൾ എവിടെ? ഒന്നുമില്ല, മുഴുവനും ഒലിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ശരീരങ്ങളോ ചിതറിപ്പോയി. സുബ്ഹാനല്ലാഹ്, പലരുടെയും മൃതശരീരങ്ങൾ കിട്ടുന്നത് എത്രയോ കിലോമീറ്റർ അകലെ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ, കണ്ടിട്ടുള്ളതല്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വലിയ വിപത്ത് സംഭവിക്കുമ്പോ പടച്ച റബ്ബ് എല്ലാ മുസീബത്തുകളിൽ നിന്നും സർവ്വനാടുകൾക്കും രക്ഷ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു വലിയ വിപത്ത് സംഭവിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിങ്ങനെ തകരുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഒരു അമ്മ. ആ അമ്മയുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. പർവ്വതത്തിന്റെ മേലേക്ക് കയറുന്നു. ചെന്നെത്തുന്നത് വലിയൊരു കൊമ്പനാനയുടെ മുന്നിലാണ്. ആ അമ്മ ആ ഭയവിഹ്വലരായി നിൽക്കുന്ന സമയത്ത് ആനയോട് സംസാരിക്കുന്നു, ഒന്നും ചെയ്യരുതേ, ബുദ്ധിമുട്ടി വരികയാണ്. ആ ആനയുടെ മുഖത്ത് നോക്കുമ്പോൾ ആനയുടെ കണ്ണിൽ വെള്ളമൊലിക്കുന്നത് കണ്ടുവെന്ന അമ്മ പറയുകയാണ്. നമ്മളത് കേൾക്കുകയാണ്. പക്ഷേ നേരം വെളുക്കുന്നത് വരെ ആ അമ്മയെയും കുട്ടിയെയും ഒന്നും ചെയ്യാതെ ആ മൃഗം സംരക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആളുകളെ മനസ്സ് തിരിക്കുന്നവൻ ആരാണ്? മൃഗങ്ങളുടെ മനസ്സ് തിരിക്കുന്നവൻ ആരാണ്? അതേ, ഓരോന്നിനെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? അവിടെ മറുപടി പറയാൻ ഒന്നേ ഉള്ളൂ, അവനാണ് മാലിക്കുൽ മുൽക്ക്, സർവാധികാരമുള്ള റബ്ബ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ. നീ ഉദ്ദേശിച്ചവർക്ക് നീ ഉദ്ദേശിക്കുന്ന അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന സമയത്ത് ഏത് അധികാരവും നീ എടുത്തു കളയുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. സിറിയ എന്ന രാഷ്ട്രം എത്ര വർഷം ഭരിച്ച ഭരണാധികാരി അവസാനം ഇറങ്ങി ഓടേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്, അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഈ ഒരു അടുത്ത കാലത്ത് തന്നെ നമ്മൾ കാണുകയാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ. പടച്ച റബ്ബേ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇസ്സത്തിലാക്കുന്നു, ഔന്നത്യത്തിലാക്കുന്നു. ഞാൻ കുറെ നാട്യങ്ങൾ നടിച്ചത് കൊണ്ടോ, എന്നെ ജനങ്ങളെല്ലാവരും ആദരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടോ പടച്ച റബ്ബ് ഒരാൾക്ക് ഇസ്സത്ത് കൊടുത്തില്ലെങ്കിൽ ഇസ്സത്ത് ലഭിക്കുമോ സുഹൃത്തുക്കളെ? വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അല്ലാഹ്, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്നനാക്കുന്നു, നീ അധപ്പതിപ്പിക്കുന്നു. എല്ലാം നിന്റെ അധികാരത്തിലാണ്. ബിയദിക്കൽ ഖൈർ,
എല്ലാം നിന്റെ അധികാരത്തിലാണെന്ന് പറയൂ നബിയേ. പരിശുദ്ധ ഖുർആൻ നമുക്കെല്ലാവർക്കും വിനയത്തിന്റെ സ്വഭാവം, ചിന്തയുടെ സ്വഭാവം, ആലോചനാ ശക്തി വളർത്താൻ വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ റബ്ബ് പറഞ്ഞല്ലോ, ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നീ എത്ര നല്ല ഭംഗിയുള്ള ആണോ പെണ്ണോ ആയിരുന്നാലും, ഏത് നല്ല ഡ്രസ്സ് നിനക്ക് കിട്ടിയാലും, ഏത് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ സാധിച്ചാലും, എത്ര തന്നെ പവറുള്ള വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞാലും, ഏത് സൗകര്യമുള്ള വാഹനം ലഭിച്ചാലും, നിനക്കെന്ത് ലഭിച്ചാലും, മറുവശത്ത് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും, ആര് നിന്നിൽ നിന്ന് മരണപ്പെട്ടു പോയാലും, എത്ര മാരകമായ രോഗം സംഭവിച്ചാലും, ഏത് കച്ചവടം പൊളിഞ്ഞു പോയാലും, ഏത് തൊഴിലുകൾ നഷ്ടപ്പെട്ടു പോയാലും, നിനക്ക് ഏത് കാര്യം ഈ ഭൂമി ലോകത്ത് സംഭവിക്കുന്നുണ്ടോ, നിന്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടോ, എന്തിനധികം പറയണം, കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഭാര്യ, 4 or 5 മക്കളുണ്ട്. ഒരു ദിവസം ആ ഭാര്യയുടെ മനസ്സിന് മടുപ്പ് വരുന്നു. ഇവനെ എന്റെ കൂടെ വേണ്ട എന്ന് ചിന്തിക്കുന്നു. അവൾ ചിലപ്പോൾ മക്കളെ തന്നെ കൊന്നുകളയുന്നു, ചിലപ്പോൾ അവളും മക്കളെയും എടുത്ത് വെള്ളത്തിൽ ചാടി മരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആത്മഹത്യയുടെ മാർഗം കാണുന്നു. മറ്റു ചിലപ്പോൾ വേറെ ഏതെങ്കിലും പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, 10 ഉം 25 വർഷം വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പയുടെ മുഖത്ത് നോക്കി ഒരൽപ്പവും നന്ദിയില്ലാതെ, ഒരു നായയുടെ നന്ദി പോലും കാണിക്കാതെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, അതേപോലെ സ്വന്തം ബാപ്പ ഉമ്മയോട് കുടുംബത്തോടും യാതൊരു കൂറും പാലിക്കാതെ, നാട്ടിനോട് കൂറ് കാണിക്കാതെ, സുബ്ഹാനല്ലാഹ്, സ്വന്തം കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി അവരെയെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൂട്ടി നടക്കുന്ന ചെറുപ്പക്കാരൻ, ഇങ്ങനെ ഏത് മുസീബത്തുകൾ ലോകത്ത് സംഭവിച്ചാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് മുഴുവനും രേഖപ്പെടുത്തിയ സംഗതികൾ നടക്കുകയാണ്, രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നടക്കുകയാണ്, നേരത്തെ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് അതൊക്കെ. എന്തുകൊണ്ട് ഈ കാര്യം? ഇന്നദാലിക അലല്ലാഹി യസീർ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബ് അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ആ റബ്ബ് അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, സൃഷ്ടിച്ച പടച്ചവൻ അറിയാത്തതുണ്ടോ? എല്ലാം റബ്ബ് അറിയുന്നവനാണ്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ച റബ്ബ് അറിയാത്തതുണ്ടോ? സുഹൃത്തുക്കളെ, ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഒരല്പസമയം സംസാരിക്കുമ്പോ എന്റെ മനസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എന്റെ നിയ്യത്ത് എന്താണ്? സുബ്ഹാനല്ലാഹ്, എനിക്ക് നാട്ടുകാരായ നിങ്ങളെ മുമ്പിൽ ഞാനൊരു വലിയവനാകണം എന്നതാണോ എന്റെ ചിന്ത? അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കണം എന്നതാണോ എന്റെ ചിന്ത? നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോ ആ പരിപാടിയുടെ ലക്ഷ്യം എന്താണ്? റബ്ബിന്റെ പൊരുത്തമാണോ നമ്മുടെ ചിന്ത? അല്ലെങ്കിൽ നമ്മൾ വലിയ സംഘാടകരാണ് എന്ന് വരുത്തി തീർക്കലാണോ നമ്മുടെ ചിന്ത? നമ്മളൊരു പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുമ്പോ ആ പള്ളിയുടെ പണിയെടുപ്പിച്ചത് ഞാനാണ്, അല്ലെങ്കിൽ ആ പള്ളിക്ക് സംഭാവന ചെയ്തത് ഞാനാണ്, അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചത് ഞാനാണ്, അത് ഞാനുള്ളത് കൊണ്ടാണ് വിജയിച്ചത് എന്നിങ്ങനെ ഹുങ്ക് കാണിക്കലാണോ മനസ്സിലുള്ള ചിന്ത? അതല്ല റബ്ബിന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്യലാണോ നമ്മുടെ ചിന്ത?
നമ്മളൊരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം ഞാൻ ഉയർത്തി വളർത്തിയെടുത്തതാണ്, എൻ്റെ അധ്വാനം കൊണ്ടുണ്ടായതാണ്. ജനങ്ങളെല്ലാം എന്നെ പ്രശംസിക്കണം, എന്നെ പുകഴ്ത്തി പറയണം. അതാണോ ചിന്ത? അതല്ല, പടച്ച റബ്ബിന്റെ പൊരുത്തം ലഭിച്ച് ആഖിബത്ത് നന്നായി മരിച്ച് ദീനിന് വേണ്ടി വജാദുഹു ബി അംവാലിൻ വബഅഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. കയ്യിലായുധങ്ങളൊന്നുമില്ലാതെ, സാമ്പത്തിക ശേഷിയൊന്നുമില്ലാതെ, സുബ്ഹാനല്ലാഹ്, നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാതെ, സ്വന്തം രാഷ്ട്രത്തിൽ പാവപ്പെട്ട ജനങ്ങളായി പരസ്പര സഹകരണത്തോടെ ജീവിക്കുമ്പോൾ ആ മദീന എന്ന രാഷ്ട്രത്തിൽ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നുണ്ട്. അതേപോലെ നസ്രാനികളുണ്ട്, അവരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നന്മയല്ലാതെ ആരെയും ദ്രോഹിക്കുന്നില്ല. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ട് വേറെ ആരെയും ശല്യം ചെയ്യുന്നില്ല, അവന്റെ കൈ കൊണ്ട് ആരെയും ശല്യം ചെയ്യുന്നില്ല, മറ്റൊരാളെ കുറ്റം പറയാൻ അവനില്ല, നിസ്സാരപ്പെടുത്തി സംസാരിക്കാനില്ല, ആരെയും ഇൻസൾട്ടാക്കാനില്ല, ആരെയെങ്കിലും അതായി കയറ്റി സംസാരിക്കാനില്ല. സുബ്ഹാനല്ലാഹ്, ആർക്കെങ്കിലും വല്ല ഗുണവും ലഭിക്കുമ്പോൾ അതിന് പാരവെക്കാൻ പോകുന്നില്ല. അവൻ അവിടെ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്, ഉടമസ്ഥൻ അത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉടമസ്ഥനെ കണ്ട് ആ പാവപ്പെട്ട മനുഷ്യന് ആ കട ലഭിക്കുന്നത് ഒന്നില്ലായ്മ ചെയ്യാൻ, എൻ്റെ വകയിൽ ഒരു ദുഷിച്ച സേവനം ചെയ്യണമെന്ന ചിന്തയില്ല. ഒരു സ്ഥലം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വല്ല ആവശ്യത്തിന് വേണ്ടി കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി വിൽക്കുന്നവനെ ശല്യം ചെയ്യാനോ വാങ്ങുന്നവനെ ശല്യം ചെയ്യാനോ, അല്ലെങ്കിൽ ആ കച്ചവടത്തിന് എന്നെ കൂട്ടിയിട്ടില്ലല്ലോ, എനിക്കതിലൊന്നും കിട്ടാനില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അറിയാതെ അത് കച്ചവടം നടക്കുകയാണല്ലോ, അതൊന്ന് പൊട്ടിക്കാൻ എന്താണ് ചിന്ത എന്ന നിലയ്ക്ക് അവരെ ശല്യം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഒരാണിനോ പെണ്ണിനോ ഒരു വിവാഹാലോചന നടക്കുമ്പോൾ ആ വിവാഹാലോചന നടത്തുന്ന ആള് അവര് വിവാഹത്തിനൊരുങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കല്യാണം മുടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി, ആ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്താൻ വേണ്ടി പാരവെക്കാൻ പോകുന്നവനല്ലല്ലോ മുസ്ലിം. അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം, മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈ കൊണ്ടോ വേറെ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവൻ, ദ്രോഹം ചെയ്യാത്തവൻ, അവനാണല്ലോ ശരിയായ മുസ്ലിം. ആ ശരിയായ മുസ്ലിമിന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി ജീവിച്ച ഏറ്റവും വലിയ തഖ്വയുള്ളവരല്ലേ ബദരീങ്ങൾ, ഏറ്റവും വലിയ തഖ്വയുള്ളവരല്ലേ ഉഹദീങ്ങൾ. ഓ സുഹൃത്തുക്കളെ, യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, സ്വന്തത്തിൽ പട്ടിണി കിടക്കുന്നു, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നു, സ്വന്തത്തിൽ എല്ലാം കൈയൊഴിക്കുന്നു, മറ്റുള്ളവർക്ക് എല്ലാം തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പുകഴ്ത്തി പറഞ്ഞ പൊന്നോമന മകൻ, അതേ അവിടുത്തെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇന്നബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കളൊന്നും കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ടില്ല, കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടത്തേക്ക്
ജീവിച്ചത് പെൺകുട്ടികൾ മാത്രമാണ്. ആ പെൺകുട്ടികളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സഹോദരിയാണ്, പെണ്ണാണല്ലോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിയുടെ മക്കൾ നബി തങ്ങളുടെ മക്കൾ തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, തങ്ങന്മാരിൽ നിന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, സയ്യിദന്മാരിൽ നിന്ന് അങ്ങനെ ഒന്നില്ല. അതൊക്കെ ജാഹിലിയത്തിന്റെ വിശ്വാസമാണ്. തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, അവരുടെ കൈ ഛേദിച്ചു കളയുകയാണ്, വെട്ടിക്കളയാണ് വേണ്ടത് എന്ന് പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എഴുതി വെച്ചത് എന്റെ കൈവശത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സയ്യിദന്മാരെ നിന്ദിച്ച് സംസാരിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളുടെ ആശയം, അവർ തെറ്റായ ആശയങ്ങൾ മാത്രമേ ലോകത്ത് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ, ഒരു ശരിയായ ആശയം അവർ പറഞ്ഞിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങളുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് ദ്രവിച്ച് നശിച്ചുപോയി എന്ന് എഴുതി വെച്ചവരാണ്. 987 ജനുവരിയിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി അവർക്ക് അമ്പിയാക്കളെ ബഹുമാനിക്കാൻ കഴിയില്ല, സയ്യിദന്മാരെ ബഹുമാനിക്കാൻ കഴിയില്ല, അതുപോലെ ഇമാമിങ്ങളെ ബഹുമാനിക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെ മുജാഹിദിന്റെ സെൽസബീലിലും അതുപോലെ അവരുടെ മറ്റു വാര്യകളിലും ശബാബിലുമൊക്കെ സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചത് അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. ആ പത്രം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളോട് കെ.എം. മൗലവിയുടെ മകൻ ഹാത്തിമു മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന മകൻ മക്കയിൽ ചെന്നപ്പോ ബാഫഖി തങ്ങളോട് ചോദിച്ചു പോലും, എന്താണ് തങ്ങളെ ഒരു തങ്ങള് എന്ന് പറഞ്ഞൊരു സംഗതി? അപ്പൊ തങ്ങൾ പറഞ്ഞു പോലും, കളവല്ലാതെ വിദേഹത്തുകാർ പറയൂലല്ലോ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ കദ്ദാബൂന എന്ന് പറഞ്ഞത്, ധാരാളം കള്ളം പറയുന്ന കക്ഷികൾ ഖിയാമത്ത് നാളിൽ വരും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. ബാഫഖി തങ്ങളെ സംബന്ധിച്ച് കള്ളം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചത്? ബാഫഖി തങ്ങളോട് ചോദിച്ചു, എന്തെന്നാണ് ഈ തങ്ങന്മാര്? അപ്പൊ തങ്ങൾ പറഞ്ഞു പോലും, അങ്ങനൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇറാനിൽ നിന്ന് വന്ന ഷിയാക്കളാണ്, ഇവിടെ എത്തിയപ്പോ ഷാഫി മദ്ഹബ് സ്വീകരിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരിക്കലും അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അങ്ങനെ പറയൂല, പറഞ്ഞിട്ടില്ല. പക്ഷേ വഫാത്തായി പോയ സയ്യിദന്മാരെ സംബന്ധിച്ച് എന്ത് കളവും പ്രചരിപ്പിക്കുന്നതിന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ അതോടുകൂടി തന്നെ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഉദ്ഘാടനത്തിന് തങ്ങന്മാരെ വിളിക്കും, അതുപോലെ പ്രകാശനം ചെയ്യാൻ തങ്ങന്മാരെ വിളിക്കും. അതെന്തിനാണ്? അവരുടെ പിഴച്ച ആശയം അവർക്ക് മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. അത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുനാഫിഖുകളും ചെയ്തത് അത് തന്നെയാണ്. നബി തങ്ങളെ എതിർക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു. അതിനെ സംബന്ധിച്ച് സൂറത്തുൽ തൗബയിൽ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വൈറുസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർപ്പ് കാണിക്കാൻ വേണ്ടി, അങ്ങനെ എതിർപ്പ് കാണിക്കുന്നവർക്ക് കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി, ശല്യം ചെയ്യാൻ വേണ്ടി പള്ളി നിർമ്മിച്ചവർ. വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വകുഫറൻ, അവിശ്വാസമാണ് അവരുടെ മനസ്സിൽ, അവർക്ക് ഈമാനില്ല നബിയെ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് നിർമ്മിച്ചു വന്നിട്ട് പറയാണ്, ഓ നബിയെ, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനം തങ്ങൾ ചെയ്തു തരണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോഴാണ് ഖുർആനിൽ അല്ലാഹു തആല ആയത്തിറക്കിയത്, ലാ തഖും ഫീഹി അബദാ. നബിയെ, ആ പള്ളി കേറിപ്പോകരുത് കേട്ടോ. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി, ആ പള്ളിയിൽ കേറിപ്പോകരുത് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അന്ന് മുതൽ ആരംഭിച്ചതാണ് മുനാഫിഖുകൾ, കപടവിശ്വാസികൾ. അവർ അല്ലാഹുവിന്റെ ദീന് തകർക്കാൻ വേണ്ടി പലതും ചെയ്യും, എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ഏറ്റവും അംഗീകാരമുള്ളവരെ തന്നെ ക്ഷണിക്കാൻ വരും. ഇതൊക്കെ നേരത്തെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിക്കുന്നത് ഇന്നബിനി ഹദാ സയ്യിദുൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്നബിനി ഹദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്, എൻ്റെ മകൻ എന്നാണ് പറഞ്ഞത്. പ്രബോധനം പറയുന്നത് ആൺകുട്ടികൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയെന്നോ മക്കളെന്നോ തങ്ങന്മാരെ പറ്റി പറയാൻ പാടില്ല എന്നാണ്. ഏത് വിഡിത്തമാണ് പറഞ്ഞത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നബിനി ഹദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. എന്നിട്ട് പറഞ്ഞതെന്താ? ലഅല്ലല്ലാഹ യുസ്ലിഹു ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്ന സമയത്ത്
ആ രണ്ട് ചേരിയിലുമുള്ള മുസ്ലിമീങ്ങളെ മസ്ലഹത്താക്കാൻ വേണ്ടി, ഐക്യപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് എൻ്റെ ഈ മകൻ. സുബ്ഹാനല്ലാഹ്. അത് നബി തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ, സാധാരണ വ്യക്തിയല്ലല്ലോ, സാധാരണ നേതാവല്ലല്ലോ, സാധാരണ റസൂലല്ലല്ലോ. അവിടുത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത സ്ഥാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. പിന്നീട് വരുന്ന കാര്യങ്ങൾ പലതും അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എൻ്റെ ഈ മകൻ ഹസനുണ്ടല്ലോ. മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി, രണ്ട് ഗ്രൂപ്പായി പരസ്പരം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു യുസ്ലിഹു ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ ആ രണ്ട് ചേരിക്കിടയിലും മസ്ലഹത്തുണ്ടാക്കുന്ന എൻ്റെ മോൻ നേതാവാണ്. അധികാരം വേണ്ടെന്ന് വെച്ചു, അധികാരം വലിച്ചെറിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹും അധികാരം വേണമെന്ന് വെക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും പലരും അധികാരത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് ചേരിയായി സംഘട്ടനമുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു എനിക്ക് അധികാരം വേണ്ട, എനിക്ക് സ്ഥാനം വേണ്ട, അത് വലിച്ചെറിയുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം. പക്ഷേ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഗ്രൂപ്പ് വഴക്കുണ്ടാക്കിയ കുറെ ആളുകളുണ്ട്. ആ കക്ഷികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അവർക്ക് അരിശം കൂടുന്നു. നിങ്ങളെ കൂടെ നമ്മൾ നിന്നിട്ട് നിങ്ങൾ ഈ സ്ഥാനം വലിച്ചെറിഞ്ഞു പോയപ്പോ പിന്നിൽ നടക്കുന്ന നമ്മൾ പടി പിടിച്ചില്ലേ എന്ന നിലക്ക് അനുയായികൾക്ക് ദേഷ്യം പിടിക്കുന്നു. അവര് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അതേ ഇന്നലെ വരെ നിങ്ങളെ നമ്മൾ വിളിച്ചത് യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവായവരെ എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ എന്നല്ല, യാ ആറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അപമാനമായ മനുഷ്യ, നിങ്ങളെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് അപമാനമായില്ലേ? സുബ്ഹാനല്ലാഹ്. അതിന് മഹാനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അന്നാ അതേ അൽആറു ഖൈറും മിനന്നാർ, അൽആറു ഖൈറും മിനന്നാർ. അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്നത്, അധികാരത്തിന് വേണ്ടി ചിന്തിക്കുന്നത്, അധികാരത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നത് അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അൽആറു ഖൈറും മിനന്നാർ. ആ നരകത്തെക്കാൾ എത്രയോ നല്ലത് നിങ്ങളുടെ ദൃഷ്ടിയിൽ അപമാനമെന്നല്ലേ? ആ അപമാനം എത്രയോ ഖൈറാണ് കേട്ടോ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന്റെ സ്വഭാവം അങ്ങനെയല്ലേ? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് തന്നെ, ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തഖ്വക്ക് വേണ്ടി ഹൃദയം അല്ലാഹു തആല സെലക്ട് ചെയ്തിട്ടുള്ളവരാണ് സഹാബത്ത്. അവര് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് ശബ്ദത്തിൽ സംസാരിക്കൂല, അതോടെ ഗുരുത്വത്തോടെ പതുങ്ങി മാത്രമേ സംസാരിക്കൂ. ആ സഹാബത്ത് അവർ ഹൃദയം സെലക്ട് ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ വിനയാന്വിതരായി ജീവിച്ച സഹാബത്ത്, മറ്റുള്ളവർക്ക് വലിയ പരിഗണന നൽകിയ സഹാബത്ത്, എല്ലാവർക്കും നന്മ മാത്രം വിതറിയ സഹാബത്ത്. ആ സഹാബത്ത് വജഅദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി.
ബദർ മൗലിദ് ഓതുമ്പോ നമ്മൾ ഓതുകയാണ്, അവർ അവരുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. നമ്മളും അങ്ങനെയാകണം. ഏത് വിഷയം നടക്കുമ്പോഴും പടച്ചവന് വേണ്ടിയായിരിക്കണം, അല്ലാതെ നമുക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയായി പോകരുത്, നമുക്ക് പേര് ലഭിക്കാൻ വേണ്ടിയായി പോകരുത്, നമുക്ക് കാര്യം ലഭിക്കാൻ വേണ്ടിയാകരുത്, ജനങ്ങൾ നമ്മളെ ബഹുമാനിച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടിയാകരുത്. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞുപോയി, യാതൊരു ഫലവുമില്ല, വെറും ധൂളി പോലെ ആയിപ്പോയി. അങ്ങനെ ആയി പോകരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും എന്റെ രഹസ്യമറിയുന്നവനാണ് റബ്ബ്, എന്റെ മനസ്സ് വായിക്കുന്നവനാണ് റബ്ബ്, എന്റെ ചിന്ത അറിയുന്നവനാണ് റബ്ബ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൃഷ്ടിച്ച പടച്ചവൻ അറിയാതിരിക്കുമോ? എനിക്ക് ഹാർട്ടുണ്ട്, എനിക്ക് കിഡ്നിയുണ്ട്, എനിക്ക് അതാ ബ്രെയിനുണ്ട്, എനിക്ക് കരളുണ്ട്, എനിക്ക് ശ്വാസകോശമുണ്ട്. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ അന്തർഭാഗത്ത് എന്തെല്ലാം ഉപകരണങ്ങളാണ്, അതൊന്നും ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, ഞാൻ വാശി പിടിച്ച് വാങ്ങിയതല്ല, എൻ്റെ റബ്ബ് എനിക്ക് സൃഷ്ടിച്ചു തന്നതാണ്. ആ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ റബ്ബാണ്, എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ റബ്ബാണ്, എൻ്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ റബ്ബാണ്. ഞാനിപ്പോൾ മഗ്രിബിനൊരു വീട്ടിൽ താമസിക്കാൻ പോയി, അഥവാ താമസിക്കുന്ന വീട്ടിൽ ഉദ്ഘാടനത്തിന് പോയി. അല്ലാഹുവേ, ആ വീട്ടുകാരൻ്റെ കുട്ടിയുടെ രോഗം നീ പരിപൂർണമായി ശിഫയാക്കണം അല്ലാഹ്. പ്രസവിക്കപ്പെട്ട കുട്ടി, ആ കുട്ടിയുടെ കിഡ്നിയിൽ നിന്ന് താഴോട്ടേക്ക് മൂത്രം പോകുന്നതിന് പകരം മേൽപോട്ടേക്ക് വരുന്നു. അതിൻ്റെ പേരിൽ ഓപ്പറേഷൻ പലതും കഴിഞ്ഞു. ഇപ്പോഴും ആ കുട്ടിയുടെ ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പടച്ച റബ്ബിന്റെ ഖുർആനോദി മന്ത്രിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആൻ, അലൈക്കും ബിശ്ശിഫാഇനി അൽ ഖുർആൻ വൽ അസൽ. തേന് രോഗശമനത്തിന് കാരണമാണ്, പരിശുദ്ധ ഖുർആനും രോഗശമനത്തിന് കാരണമാണ്. ഖുർആനോദി മന്ത്രിച്ചാൽ ഫലമാണ്. പക്ഷേ വിശ്വാസമുള്ളവർക്ക്, വിശ്വാസമില്ലാത്തവരെ കുറിച്ചല്ലല്ലോ റബ്ബ് തന്നെ പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നമ്മൾ ഇറക്കുന്നുണ്ട് മാ ഹുവ ശിഫാ, അത് രോഗശമനമാണ്, വറഹ്മത്തുൻ കാരുണ്യമാണ്. ആർക്ക്? ലിൽ മുഅ്മിനീൻ, വിശ്വസിക്കുന്നവർക്കാണ്. മന്ത്രത്തിൽ വിശ്വാസമില്ലാത്തവന്, ഖുർആനിന്റെ മഹിമയെ കുറിച്ച് വിശ്വാസമില്ലാത്തവന്, ഖുർആനിന്റെ ബറക്കത്തിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വസിക്കുന്നവർക്ക് രോഗശമനമാണ്. ആ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം ഉമ്മമാരെ. നമ്മൾ ഏത് സമയത്തും വാട്സപ്പിലാണ്, പലപ്പോഴും ടെലിഫോണിലാണ്. ആവശ്യമുള്ളതിന് പലപ്പോഴും നമുക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെയായി പോകരുത് എൻ്റെ ചെറുപ്പക്കാരെ. അനാവശ്യമായ സംസാരങ്ങൾ നിർത്തിക്കളയണം. നമ്മളെപ്പോൾ നോക്കിയാലും വേറൊരുത്തൻ്റെ കുറ്റം പറയുന്ന സ്വഭാവം, ആ സ്വഭാവം വലിച്ചെറിയണം. അത് നമ്മളെ പാരത്രിക ലോകത്തിന് ഗുണകരമല്ല. നമ്മളോട് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾ തെറ്റ് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വകാര്യത്തിൽ വിളിച്ച് നല്ല മനസ്സോടെ സൗമ്യമായി ഉപദേശിക്കുന്നത് നല്ലതാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല, മുസ്ലിമിന്റെ ഡ്യൂട്ടിയല്ല. നമുക്ക് റബ്ബ് നാവ് തന്നത് മറ്റൊരാളെ ഇൻസൾട്ട് ആക്കാനല്ല. പടച്ച റബ്ബിന്റെ അടുക്കൽ ആരാ രക്ഷപ്പെടുന്നതെന്ന് ആർക്കറിയാം? നമ്മുടെ അധികാരത്തിലല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. വളരെ നല്ല നിലയ്ക്ക് ജീവിച്ച് നടന്നവൻ ഒരുപക്ഷേ അവസാനം ചീത്തയായി
പോയാലോ പടച്ച റബ്ബ് കാക്കട്ടെ. വളരെ മോശമായി നടന്നവൻ അവസാനം അങ്ങ് നന്നായാലോ നമുക്ക് വിധി പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത്, ഓ മനുഷ്യ, നീ ഒരു സാധാരണക്കാരനെ കണ്ടാൽ അവന്റെ ജീവിതത്തിൽ പല തെറ്റുകളും നിനക്ക് അനുഭവത്തിൽ അറിയാൻ കഴിഞ്ഞാൽ നീ അവനെ നിസ്സാരപ്പെടുത്തണ്ട. അവൻ ഒരു പക്ഷേ ആ തെറ്റ് ചെയ്യുമ്പോഴും അവൻ ഒരു പക്ഷേ ആ തെറ്റിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടായിരിക്കാം നീ അവനെ നിസ്സാരപ്പെടുത്തി ഞാനൊരു വലിയവനാണെന്ന തോന്നല് വേണ്ട. കാരണം നീ ഒരു വിവരമുള്ളവനാണെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ വിവരമുണ്ടായിട്ട് ചെയ്തതിനാൽ നിന്നെ റബ്ബ് വെറുതെ വിടാതിരിക്കുകയും അറിവില്ലാതെ ചെയ്തു പോയ സാധാരണക്കാരന് റബ്ബ് മാപ്പ് കൊടുക്കുകയും ചെയ്താലോ? പണ്ഡിതന്മാര് നന്നായി ചിന്തിക്കണം. ഇതേപോലെ സാധാരണക്കാരോട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നീ ഒരു സാധാരണക്കാരനാണെങ്കിൽ നീ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് നിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അദ്ദേഹത്തെ നീ നിസ്സാരപ്പെടുത്തണ്ട. ഒരു പക്ഷേ അദ്ദേഹത്തിന് പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവെങ്കിലും ഉണ്ടല്ലോ. സാധാരണക്കാരനായ എനിക്ക് അറിവും ഇല്ലല്ലോ എന്ന നിലക്ക് നീ പണ്ഡിതനെ ആദരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉപദേശിച്ച ഇമാം ഗസ്സാലി തങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞില്ലേ, മോനെ, പ്രായമുള്ളവരെ കാണുമ്പോ 75-80 വയസ്സുണ്ട്, ആ ആളെ കാണുമ്പോ നീ ചിന്തിക്കണം, ഇദ്ദേഹം ഇപ്പോൾ മരിച്ചു പോയാൽ ഇദ്ദേഹത്തിന് ഒരു 10-65 കൊല്ലത്തെ ഇബാദത്തുണ്ടല്ലോ. അദ്ദേഹം പള്ളിയിൽ വരുന്ന ആളാണല്ലോ, നിസ്കരിക്കുന്ന ആളാണല്ലോ, അൽഖഫ് ഓതാറുണ്ടല്ലോ, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന് വയസ്സ് കുറെ ആയില്ലേ, ഇന്ന് മരിച്ചു പോയാൽ കുറെ വർഷത്തെ ഇബാദത്തും കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള ഭാഗ്യം അപ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നീ പ്രായമുള്ളവർക്ക് ആദരവ് നൽകണം. ഓ കാരണവന്മാരെ, ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു പക്ഷേ അവനിൽ ചില അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അതേ 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണോ, നീ ചിന്തിക്കണം, ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ മരിച്ചാൽ 15 വയസ്സ് മുതൽക്കുള്ള തെറ്റുകൾ അവന് രേഖപ്പെടുത്തിയാൽ തന്നെ 3 കൊല്ലത്തെ തെറ്റല്ലേ അവന് പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുള്ളൂ. 80 കൊല്ലം ഇവിടെ ജീവിച്ച ഞാൻ എത്ര വർഷത്തെ തെറ്റിനെ കുറിച്ച് റബ്ബിനോട് മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ നീ ചെറുപ്പക്കാരനെ കാണുമ്പോ അവനെയും നീ നിസ്സാരപ്പെടുത്തണ്ട, പ്രായമുള്ളവരെയും നിസ്സാരപ്പെടുത്തണ്ട, പണ്ഡിതന്മാരെയും നിന്ദിക്കണ്ട, അതേ സാധാരണക്കാരെയും നിന്ദിക്കണ്ട. അതാ നിന്റെ ഭാര്യ ഒരുപക്ഷേ നിന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവളാകാം, പക്ഷേ നീ അഹങ്കാരം കാണിച്ച് ആ ഭാര്യയെ ഇൻസൾട്ടാക്കി സംസാരിക്കണ്ട. ഒരു പക്ഷേ പടച്ചവന്റെ അടുക്കൽ നിന്റെ മുന്നിൽ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണായിരിക്കാം. ഭാര്യയല്ലേ എന്ന് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ നീ നിസാരപ്പെടുത്തണ്ട. ഇതേപോലെ ഭർത്താക്കന്മാരെ അവഗണിച്ച് നിസാരപ്പെടുത്തി ചീത്ത വിളിച്ചു, അതുപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ച് സ്വന്തം മക്കളോട് കുറ്റം പറഞ്ഞു, ഒരിക്കലും തന്നെ നമ്മുടെ പാരത്രിക ലോകം നഷ്ടപ്പെടുത്തരുതേ സഹോദരിമാരെ. മമ്മാത്തത്ത് വസൗജുഹാ അൻഹാ റാദുൻ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നുവെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞത് ഭർത്താവിന് പരിഗണന നൽകണം, ഭാര്യയ്ക്ക് നല്ല അംഗീകാരം നൽകണം, അതുപോലെ പ്രായമുള്ളവർക്ക് ബഹുമാനം നൽകണം, അതേ മുതഅല്ലിമീങ്ങളോട് സ്നേഹം വേണം, ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് ആദരവ് വേണം. അവരോടുള്ള ആദരവ് നഷ്ടപ്പെടുത്താൻ വേണ്ടി അവരെ വേഷം കെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ക്ഷണിക്കാത്ത സ്ഥലങ്ങളിലേക്ക് കയറി വന്ന് പണത്തിന് യാചിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട് സമുദായത്തെയും സമുദായത്തിലെ പണ്ഡിതന്മാരെയും നിസ്സാരപ്പെടുന്ന ഏർപ്പാട് ചെയ്യാൻ പാടില്ല. അത് സമുദായത്തോട് ചെയ്യുന്ന അക്രമമാണ്. ഈ ഉമ്മത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് വീട്ടി ജീവിക്കുന്നവരാകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു തെറ്റായ പ്രവർത്തനം തലപ്പാവും ധരിച്ച് നീളക്കുപ്പായവും ധരിച്ച് എനിക്കൊരു വിവരവുമില്ലെങ്കിലും ഞാനൊരു തെറ്റായ കാര്യം ചെയ്താൽ ജനങ്ങൾ ധരിക്കുക അതിനൊരു പണ്ഡിതനാണ്, ഈ പണ്ഡിതൻ ഇങ്ങനെയായി പോയല്ലോ എന്നാണ്. അത് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ആലിമിന്റെ വേഷം സാധാരണക്കാരൻ ധരിക്കാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത്. ആലിമിന്റെ വേഷം ആലിമീങ്ങൾക്ക് ധരിക്കാനുള്ളതാണ്, സാധാരണക്കാർ ധരിക്കാൻ പാടില്ല. സാധാരണക്കാരുടെ വേഷത്തിൽ ആലിമീങ്ങളും നടക്കാൻ പാടില്ല. ആലിമീങ്ങളെ വേഷത്തിൽ നടക്കണം. അല്ലെങ്കിൽ wudu എടുക്കുന്ന സമയത്ത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പോടാന്ന് പറയും, പറഞ്ഞാൽ ആരും ഉപദേശം സ്വീകരിക്കൂല. ആലിമിന്റെ വേഷം വേണം. അതേപോലെ സാധാരണക്കാരന്റെ വേഷം വേണം, അല്ലെങ്കിൽ സമുദായത്തിന് അത് ഭീഷണിയാണ്. ഇതേപോലെ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ദുഷിച്ചു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ പറയാണ്, വളരെ സ്നേഹത്തോടെ പറയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്നവൻ ആഖിറത്തിന്റെ വിഷയത്തിൽ ഉപകാരം ചെയ്യുന്നവനാണ്. നമ്മളെ ഉപദേശിക്കുന്നവർ നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതരുത്. നമ്മളെ ഡോക്ടർമാരെ ഉപദേശിക്കുന്നു. അങ്ങനെ ഉപദേശിക്കുമ്പോൾ നീ നാളെ മുതൽ പഞ്ചസാര ഇട്ട ചായ കുടിക്കണ്ട മോനെ, നിനക്ക് ഷുഗർ ഉണ്ട്, അപകടമാണ്, നിന്റെ കാല് പഴുച്ചാൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ ഒരു രോഗിയെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം പഴുത്തിട്ട് എത്രയോ ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു. എന്നിട്ട് വലിയ ഒരു ഏരിയ തന്നെ ചൂഴ്ന്നെടുത്തു കളഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് സുഖപ്പെടുത്തണം റഹ്മാനെ. നിനക്ക് പഞ്ചസാരയുടെ രോഗം കൂടിയാൽ, നിനക്ക് ഷുഗറിന്റെ അസുഖം കൊണ്ട് നിനക്ക് രോഗം വരും. അതുകൊണ്ട് നീ പഞ്ചസാര ഇട്ട ചായ കുടിക്കണ്ട, അല്ലെങ്കിൽ നീ ലഡു തിന്നണ്ട, നീ ജിലേബി ഉപയോഗിക്കണ്ട എന്ന് പറയുമ്പോ, ഞാനൊരു മധുരമുള്ള തിന്നുന്നത് ഈ ഡോക്ടർ എനിക്ക് വിരോധിച്ചു എന്ന് ഡോക്ടറോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്, നിങ്ങളത് കുടിക്കണ്ട എന്നതറിയുന്ന ഒരാൾ പറഞ്ഞു തരുമ്പോ അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകാൻ പാടുണ്ടോ? സുഹൃത്തുക്കളെ, ഇതുപോലെ നമ്മുടെ സമുദായം ഇജ്ജത്തോടെ നീങ്ങേണ്ട സമുദായമാണ്. വേറെ സമുദായത്തിന്റെ മുമ്പിൽ നിസ്സാരപ്പെടുത്തപ്പെടേണ്ടവരല്ല. ഞാൻ പലപ്പോഴും പല സമയത്തും പറഞ്ഞതാണ്, നമ്മൾ മാത്രമല്ല നാട്ടിൽ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്, ഹൈന്ദവർ ജീവിക്കുന്നുണ്ട്, ക്രൈസ്തവർ ജീവിക്കുന്നുണ്ട്, മതമുള്ളവർ ജീവിക്കുന്നുണ്ട്, മതമില്ലാത്തവർ ജീവിക്കുന്നുണ്ട്. അവരെല്ലാവരും വിവാഹം നടത്തുന്നുണ്ട്, അവർക്കെല്ലാം സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവരെല്ലാം കോപ്പ് കഴിക്കുന്നുണ്ട്, അവരെല്ലാവരും കല്യാണം നടത്തുന്നുണ്ട്, അവരെല്ലാവരും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കേസ് വരുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ച് മാത്രമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പുതിയാപ്പളുടെ കൂടെ പോകുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അമുസ്ലിം സഹോദരനും പോകുന്നില്ലേ അവന്റെ ഭാര്യ വീട്ടിലേക്ക്? അവിടെ ആഭാസങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അവിടെ വേറെ എന്തെങ്കിലും വേണ്ടാത്തത് കാണുന്നില്ലല്ലോ, നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നില്ലല്ലോ, നാട്ടുകാരെ കൊണ്ടുപോയി ഞെട്ടിക്കാൻ കുറെ പടക്കം പൊട്ടിക്കുന്നത് കാണുന്നില്ലല്ലോ. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അവരുടെ മതത്തിനെതിരായ കാര്യങ്ങളോ അവരുടെ സംസ്കാരത്തിനെതിരായ കാര്യങ്ങളോ അവരിൽ നമ്മൾ കാണുന്നില്ലല്ലോ. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം, മുസ്ലിം ചെറുപ്പക്കാർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നത് ഒരല്പം നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതില്ലേ? മുസ്ലിമീങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? നമ്മുടെ സമുദായം മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകാൻ പാടുണ്ടോ? എന്താണ് മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം? ഫലസ്തീനിൽ പ്രശ്നമാണ്, അതേ ലബനാനിൽ പ്രശ്നമാണ്, സിറിയയിൽ പ്രശ്നമാണ്, ലോകം മുഴുക്കെ പ്രശ്നമാണ്, എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്, ഇന്ത്യയിലും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം
വിളിക്കാൻ നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. അതിന് സമ്മേളനം ചേരാൻ നമ്മളുണ്ട്. സമ്മേളനം ചേർന്നാൽ എന്നെ പോലത്തെ പ്രസംഗകന് സ്റ്റേജിൽ കയറിയിട്ട് നന്നായിട്ട് പറഞ്ഞ് ആളുകളെ കയ്യടി വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരും, അല്ലെ തക്ബീർ വാങ്ങാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സഹായിക്കുന്നവനാരാ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് ഖുർആൻ എവിടെയാണത് പറഞ്ഞത്? അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞേച്ച് വെറും പാവപ്പെട്ട 300 ചില്ലാനം വരുന്ന ബദരീങ്ങൾ, ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി, അവർ സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, അവർ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ധർമ്മ പോരാട്ടം നടത്താൻ ബദറിൽ വന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു. അവരെ ആക്രമിക്കാൻ 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് എല്ലാ സന്നാഹങ്ങളോടും കൂടി വന്ന അബൂജഹലും കക്ഷികളും പരാജയപ്പെട്ടു. ഈ പാവപ്പെട്ട സഹാബത്ത് വിജയിച്ചു. ആരാണ് വിജയിപ്പിച്ചവൻ? അത് അല്ലാഹുവാണ്. അല്ലാഹു തന്നെ പറയാണ്, അതേ മലക്കുകളെ അയച്ച് നമ്മൾ സഹായിച്ചു കൊടുത്തു. 5000 മലക്കുകളെ അയച്ച് സഹായിച്ചു കൊടുത്തു. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. മലക്കുകൾ മുഖേന ലഭിക്കുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അമ്പിയാക്കൾ മുഖേന ലഭിക്കുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഔലിയാക്കൾ മുഖേന ലഭിക്കുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. പണക്കാരെ മുഖേന ലഭിക്കുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതേ ആരോഗ്യമുള്ളവൻ മുഖേന നൽകുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഡോക്ടർമാരുടെ സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഏത് കോടതിയിൽ നിന്നുള്ള സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഏത് ഭരണാധികാരി മുഖേനയുള്ള സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു കോടതിയും അനുകൂലമാവില്ല, ഒരു പോലീസ് സ്റ്റേഷനും അനുകൂലമാകില്ല. അല്ലാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു മലക്കിന്റെ സഹായവും ലഭിക്കൂല, ഒരാളെ സഹായവും ലഭിക്കൂല. എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ അല്ലാഹു സഹായിക്കണമെങ്കിൽ അവൻ പരിശുദ്ധ ഖുർആനിൽ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. റബ്ബ് പറയാണ്, ഈമാനുള്ളവരെ സഹായിക്കുമെന്ന കാര്യം നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയേ. നമുക്ക് നല്ല ഈമാന് വേണം, നല്ല ഈമാന് വേണം. ഒരു കാര്യം ചെയ്യുമ്പോ ഇത് അല്ലാഹു പൊരുത്തപ്പെടുന്നതാണോ അല്ലേ? ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇത് അല്ലാഹു പൊരുത്തപ്പെടുന്നതാണോ അല്ലേ? എന്റെ മകളെ കല്യാണം നടക്കുകയാണ്. എന്റെ മകളെ കല്യാണം സ്ഥിരപ്പെടുത്തി ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ദേ അങ്ങനെ പിൻതലമുറയടക്കം ഖിയാമത്ത് നാൾ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താന പരമ്പരകൾ ഉണ്ടാകണം. എനിക്ക് വേണ്ടി യാസീൻ ഓതുന്ന മക്കൾ ഉണ്ടാകണം. എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന മക്കൾ ഉണ്ടാകണം. അങ്ങനെ എൻ്റെ ഈ മകളുടെ കല്യാണം കൊണ്ട് എനിക്ക് ഖിയാമത്ത് നാൾ വരെ എൻ്റെ ഖബറിലും അതിനപ്പുറം മഹ്ശറിലടക്കം എനിക്ക് ഫലം കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് മകളെ കല്യാണം നടത്തണം, മകന്റെ കല്യാണം നടത്തണം. അങ്ങനെ വരുമ്പോൾ സുഹൃത്തേ, നീ ആലോചിക്കണം, കല്യാണത്തിന്റെ തലേ ദിവസം അല്ലാഹു അനുവദിക്കാത്തത് നമുക്ക് പറ്റുമോ? നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുമോ? അല്ലാഹു പൊരുത്തപ്പെടുന്നതാണോ അല്ലേ? മലക്കുകൾ രേഖപ്പെടുത്തുമ്പോ അതേ നന്മയുടെ ഭാഗത്താണോ രേഖപ്പെടുത്തുക, തിന്മയുടെ ഭാഗത്താണോ രേഖപ്പെടുത്തുക? അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ സഹായം എൻ്റെ കുടുംബത്തിന് ലഭിക്കണം, എൻ്റെ നാട്ടിന് ലഭിക്കണം, എൻ്റെ സമുദായത്തിന് ലഭിക്കണം. അല്ലാഹു പറഞ്ഞത് ഈമാനുള്ളവരെ സഹായിക്കുന്ന കാര്യം ഏറ്റെടുത്തു എന്നാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് ലോകം മുഴുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം? അതിന്റെ പരിഹാരം എന്താണ്? അതിന്റെ പരിഹാരം പലരുടെയും ധാരണ, ഒരു പാർട്ടി ഉണ്ട്, അതുപോലെ ഒന്നും കൂടി ഉണ്ടാക്കുക, അതും പോരാ വേറെ ഒന്നും കൂടി ഉണ്ടാക്കുക, ഇനി വേറെ ഒന്നും കൂടി ഉണ്ടാക്കുക. കുറെ പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നം തീരുവോ? അതേപോലെ കുറെ റോട്ടുമലൊക്കെ മുദ്രാവാക്യം വിളിച്ചാൽ പ്രശ്നം തീരുവോ? ഇവിടെ അല്ലാഹു സഹായിക്കണ്ടേ? അല്ലാഹുവല്ലാതെ സഹായിക്കുന്നവനുണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആകുമോ? അല്ലാഹു ജല്ല ജലാലുഹു, അവൻ മാത്രമേ സഹായിക്കുന്നവനുള്ളൂ. മറ്റുള്ളവരുടെ സഹായം മുഴുവനും അമ്പിയാക്കൾ മുഖേനയുള്ള സഹായം, മുഅ്ജിസത്ത് മുഖേനയുള്ള സഹായം, ഔലിയാക്കളെ കറാമത്ത് മുഖേനയുള്ള സഹായം. എന്തിനധികം പറയണം? ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹു പറയുന്നു, മുന്നിലും പിന്നിലും എല്ലാം കാവലിന് മലക്കുകളുണ്ട്, കാവലിന് മലക്കുകളുണ്ട്. ആ മലക്കുകൾ മുഖേനയുള്ള സഹായം
എല്ലാ സഹായങ്ങളും യജമാനനായ റബ്ബിൽ നിന്നാണ്. ആ റബ്ബ് പൊരുത്തപ്പെടാത്തത് ചെയ്താൽ റബ്ബിന്റെ സഹായം കിട്ടൂല. ചിലപ്പോൾ ആ സമയത്ത് റബ്ബ് ശിക്ഷിച്ചില്ലെന്ന് വരും. അതേ, ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ലല്ലോ എന്ന് ശൈത്താൻ നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കാം. നീ ഓർത്തോളണം, റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. സൂറത്തുൽ കഹ്ഫിൽ റബ്ബ് പറഞ്ഞില്ലേ, വറബ്ബുക്കൽ ഗഫൂർ, അങ്ങയുടെ നാഥൻ വല്ലാതെ മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്. റബ്ബുൽ ഗഫൂർ ദുർ റഹ്മ, വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. ഈ കണ്ണുകൊണ്ട് ഹറാമ് പലപ്പോഴും നോക്കിപ്പോയി, പക്ഷേ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചിട്ടില്ല. കാതുകൊണ്ട് ഹറാമ് കേട്ടുപോയി, പക്ഷേ കാതിന്റെ കേൾവി അവൻ പിൻവലിച്ചിട്ടില്ല. അവൻ തന്ന കൈ കൊണ്ട് ഹറാമ് സ്പർശിച്ചു പോയി, ആ കൈ അവൻ തളർത്തിയിട്ടില്ല. ഹറാമിലേക്ക് കാലുകൊണ്ട് നടന്നുപോയി, കാല് കുഴക്കിയിട്ടില്ല. റബ്ബ് പറയുന്നു അവന്റെ കാരുണ്യമാണ്. പിന്നെയും പിന്നെയും നിനക്ക് നന്നാകാൻ ചാൻസ് നൽകുകയാണ്, തൗബ ചെയ്യാൻ അവസരം നൽകുകയാണ്. റബ്ബിന്റെ കാരുണ്യമാണത്. ഓ സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, വിവാഹം നടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിവാഹങ്ങളിലും ബർക്കത്ത് നൽകട്ടെ. വലിയ അലിമീങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു, സയ്യിദന്മാരെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു, സ്റ്റേജിലിരുത്തുന്നു, അവരെ കൈപിടിച്ച് ചുംബിക്കുന്നു, അവരെ ആദരവോടെ കൊണ്ടുപോയി വേറെ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നു, സന്തോഷത്തോടെ കാറില്ലതാ കയറ്റി പറഞ്ഞേക്കുന്നു. പക്ഷേ അവരങ്ങിറങ്ങുന്നതോടുകൂടി അവര് കയറിയ സ്റ്റേജിൽ പിന്നെ ഹറാമും ഹലാലുമില്ല. യുവതിയായ പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി മറ്റുള്ളവർക്ക് കാണിക്കുകയാണ്. ചിലർ വീട്ടിൽ ചെന്നാൽ തന്നെ ഇതാ പുതിയ പെണ്ണിനെ കാണണ്ടേ എന്ന് ചോദിച്ച് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് മുമ്പ് അതേ വരൻ വധുവിനെ കാണാൻ പോകല് സുന്നത്തുണ്ട്. കാണുന്നത് നല്ലതാണ്, വധുവരനെയും കാണുന്നത് നല്ലതാണ്. പക്ഷേ ആ വധുവിന്റെ കൂടെ സ്വന്തം അതാ വധുവിന്റെ കൂടെ ഉമ്മയോ അല്ല ജ്യേഷ്ഠത്തിയോ അല്ലാത്തവരോ അവിടെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വരൻ കാണാൻ പോകുന്ന വരന്റെ കൂടെ സുഹൃത്തിനെയും കൂട്ടിയിട്ട് പോയിട്ട് കാണാൻ പറ്റുമോ? സുഹൃത്തിനെ വീട്ടിന്റെ മുൻഭാഗത്ത് നിർത്തി അവന് ചായ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ഉള്ളിൽ കയറിയ പെണ്ണിനെ കാണാൻ നിന്റെ സുഹൃത്തിനെ വിളിച്ചാൽ റബ്ബ് പൊരുത്തപ്പെടുമോ? പോകട്ടെ, കാണാനല്ലേ അനുവദിച്ചിട്ടുള്ളൂ. അവളെ കൈപിടിച്ച് മോതിരം ഇട്ടുകൊടുക്കൽ പച്ച ഹറാമല്ലേ? അവളെ കയ്യിലേക്ക് പുഷ്പം കൈമാറിയിട്ട് തൊട്ടുപോയാൽ അത് ഹറാമല്ലേ? ഹറാമിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പടച്ച റബ്ബിന്റെ വെള്ളവും കുടിച്ച് അവന്റെ ഭക്ഷണവും കഴിച്ച് അവന്റെ ഓക്സിജനും ശ്വസിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, ഭാവിയെ കുറിച്ച് ചിന്തയില്ലാത്ത ജീവിതമുണ്ടല്ലോ. ആ ജീവിതത്തിൽ മനുഷ്യനെ സംസ്കരിച്ചെടുക്കണമെങ്കിൽ നല്ല ആത്മീയ ഉപദേശങ്ങൾ ആവശ്യമല്ലേ? സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും റബ്ബിനോട് മാപ്പ് പറയേണ്ടവരാണ്. ഒരിക്കലും തന്നെ എൻ്റെ മനസ്സിൽ ഞാനൊരു നല്ലവനാണെന്ന് തോന്നിക്കൂടാ. എന്നെക്കാൾ നല്ലവര് നിങ്ങളാണെന്നേ എനിക്ക് ചിന്തിക്കാൻ വകുപ്പുള്ളൂ. പക്ഷേ ഒരാൾക്കൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ഡ്യൂട്ടി നിർവഹിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉസ്താദ് എന്നോട് ഖുത്ബ ഓതാൻ പറഞ്ഞു.
ഞാൻ പള്ളിയിൽ മിമ്പറിൽ കയറി ഖുതുബ ഓതുകയാണ്. നേരെ ചുവടെ എന്റെ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ഉസ്താദ് അടക്കമുള്ള ആ സദസ്സിനെ വിളിക്കുന്നു, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹു അനുസരിച്ച് എടുത്തുകൊണ്ട് ജീവിക്കണേ, അല്ലാഹ് വിരോധിച്ചത് കൈയൊഴിക്കണേ. എന്നോട് ഞാൻ വസിയത്ത് പറയുന്നു, നിങ്ങളോടും വസിയത്ത് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. നിങ്ങൾ മനസ്സിൽ അഹങ്കാരമുള്ളവരാകരുത്, അസൂയ ഉള്ളവരാകരുത്, വിദ്വേഷമുള്ളവരാകരുത്, വൈരാഗ്യമുള്ളവരാകരുത്, അല്ലാഹു കൽപ്പിച്ചത് ഒഴിക്കുന്നവരാകരുത്, അല്ലാഹു വിരോധിച്ചത് ഒഴിക്കതാ എടുക്കുന്നവരാകരുത് എന്ന് ഞാൻ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ ഓതുമ്പോ ഇത്തഖുല്ലാഹ് എന്ന് പറയുമ്പോ എന്റെ മുന്നിലിരിക്കുന്നത് എന്റെ ഉസ്താദല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത്തഖുല്ലാഹ് പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? തഖ്വ കൊണ്ടുള്ള വസിയത്ത് ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? അതെന്റെ ഡ്യൂട്ടിയല്ലേ? ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും സ്നേഹിക്കുന്ന മോമിനീങ്ങൾ നീ ഒരു വഅദ് പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ ആ ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചാൽ അവിടെ പറയൽ എന്റെ കടപ്പാടല്ലേ, പറയുന്നവരുടെ ഉത്തരവാദിത്തമല്ലേ? അത് മൂടി വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് മൂടി വെച്ചുകൊണ്ട് പറയേണ്ടത് പറയാതെ ജനങ്ങളിൽ ആരെന്ത് വിചാരിക്കും, ആരെന്ത് വിചാരിക്കും, അവന് വെറുപ്പാകുമോ, ഇവന് വെറുപ്പാകുമോ, മറ്റവന് ചുണ്ടി പിടിക്കുമോ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ ദീന് പറയാതിരിക്കാൻ നിർവാഹമുണ്ടോ സുഹൃത്തുക്കളെ? മദ്യപിക്കുന്ന ആളുകളെ മുമ്പിൽ, ഓ മനുഷ്യ, നീ മദ്യപിച്ചാൽ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അയ്യസ്ഖീഹും മിൻ തീനത്തിൽ ഖബാൽ, അവനെ അല്ലാഹു തആല തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് തീനത്തുൽ ഖബാൽ? നബി തങ്ങൾ പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഇമാം അബൂ ഹനീഫ തങ്ങളും, ഇമാം ശാഫിഈ തങ്ങളും, ഇമാം മാലിക് റളിയല്ലാഹു അൻഹും, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും, അവരെ പിൽക്കാലത്തും മുൻകാലത്തും കഴിഞ്ഞു പോയ എല്ലാ ഇമാമീങ്ങളും, മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ, ഇബ്രാഹിം ദസൂഖി, അബുൽ ഹസൻ ശാദിലി, അഹ്മദുൽ ബദവി, ഖദ്ദസല്ലാഹു അസ്റാറഹും, അങ്ങനെയുള്ള വലിയ വലിയ ഔലിയാക്കളില്ലേ, ആരിഫീങ്ങളില്ലേ, നമ്മുടെ നാദാപുരത്തും പരിസരങ്ങളിലൊക്കെ മറവ് ചെയ്യപ്പെട്ട വലിയ വലിയ മഹാന്മാരില്ലേ, അവരെല്ലാവരും അതാ സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുമ്പോൾ അപ്പുറത്ത് അവരൊക്കെ ദീന് പറയുമ്പോ അതിനെ എതിർത്തിരുന്ന അബൂജഹലില്ലേ, ഉത്ബത്തില്ലേ, സൈബത്തില്ലേ, ഫിറഔനില്ലേ, നമ്രൂദില്ലേ, പണത്തിന്റെ അഹങ്കാരം കൊണ്ട് മൂസാ നബിയെ ചോദ്യം ചെയ്ത ഖാറൂനില്ലേ, അങ്ങനെ വലിയ വലിയ ധിക്കാരികളില്ലേ, അവരൊക്കെ നരകത്തിൽ നിന്നും ശരീരം പഴുത്തിട്ട് നീരിങ്ങനെ ഒലിക്കുമ്പോ, ചലമിങ്ങനെ ഒലിക്കുമ്പോ ആ ചലം കുടിക്കേണ്ടി വരും മദ്യപിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം പണ്ഡിതന്മാര് പറയാതെ, അതേ മദ്യപിക്കുന്നവരോട് എന്നോട് വെറുപ്പിടിക്കില്ലേ, അതേപോലെ കഞ്ചാവ് വലിക്കുന്നവന് വെറുപ്പിടിക്കില്ലേ, അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നോട് വെറുപ്പാവൂലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത ലബീസ മാ കാനൂ യസ്നഊൻ. ജൂതന്മാർ തകർന്നു പോയത് എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികൾ പഠിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഖുർആൻ പറഞ്ഞു, അവരെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ അതേ ജനങ്ങൾക്കിടയിൽ അതേ സ്ഥാനമുള്ള, പണമുള്ള, അധികാരമുള്ള ജനങ്ങൾക്കിടയിൽ അതേ പ്രത്യേകമായി സ്ഥാനമുള്ളവർ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവരെ ഇഷ്ടം ആഗ്രഹിച്ചു, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചില്ല. ആ പണ്ഡിതന്മാർ ഏറ്റവും വലിയ ദുഷ്ടന്മാരായി പോയി. ഖുർആൻ
പറയാണ്, വലിയ ദുഷ്ടന്മാരായി പോയി നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ. വാസ്തവത്തിൽ ഓരോ പ്രദേശത്തുമുള്ള ഖതീബുമാർക്ക് എന്തേ പറഞ്ഞാൽ, എന്തേ ഖാദിമാർക്ക് പറഞ്ഞാൽ, എന്തേ മുദരിസുമാർക്ക് പറഞ്ഞാൽ, എന്തേ ഓരോ മഹല്ലത്തിലും നേതൃത്വം നൽകുന്ന ആ മഹല്ലത്തിൽ കല്യാണം നിശ്ചയിക്കാൻ പോകുന്നവരില്ലേ, ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നവരില്ലേ, അതേപോലെ നേതൃത്വം കൊടുക്കുന്നവരില്ലേ, അവർക്ക് എന്തേ പറഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കണമെങ്കിൽ ഹറാമ് ചെയ്യാത്ത കല്യാണമാകണം, അതേപോലെ ധിക്കാരം ചെയ്യാത്ത കല്യാണമാകണം എന്ന് പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും എന്തുകൊണ്ട്? അല്ലാഹുവല്ലാതെ ഭക്ഷണം തരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവല്ലാതെ ഓക്സിജൻ തരുന്നവരുണ്ടോ? അല്ലാഹുവല്ലാതെ വല്ലതും തരുന്നവരുണ്ടോ? പടച്ചവനല്ലാതെ ഇവിടെ അധികാരമുണ്ടോ? എന്തിനു വേണ്ടിയാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അപ്പോഴേ നമ്മൾ ഒരു ശരിയായ മുസ്ലിം ആവുകയുള്ളൂ. അല്ലാഹുവിനാണ് അധികാരം. ആ അധികാരത്തിന്റെ മുന്നിൽ അവന്റെ സഹായം ഈ സമുദായത്തിന് ലഭിക്കണം. മറ്റ് സമുദായങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദ്യചിഹ്നമാകാൻ പാടില്ല, വിമർശിക്കപ്പെടുന്നവരാകാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ എപ്പോ നോക്കിയാലും മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കല്യാണത്തിന്റെ പ്രശ്നങ്ങൾ, എന്തൊരു നാണക്കേടാണ് നമ്മുടെ സമുദായത്തിന്. അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ സമുദായം നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. ഏതൊരു നേതാവിന്റെ സമുദായമാണിത്? ഏതൊരു മഹാനായ നബി തങ്ങളുടെ സമുദായമാണിത്? നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു. നിങ്ങൾ ബുർദ ചൊല്ലിയില്ലേ? ആ നബി തങ്ങൾ കൽപ്പിക്കേണ്ടതെല്ലാം കൽപ്പിച്ചവരാണ്, വിരോധിക്കേണ്ടതെല്ലാം വിരോധിച്ചവരാണ്. അവിടുന്ന് നോ പറഞ്ഞ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവിടുന്ന് യേസ് പറഞ്ഞതിനൊന്നും കുഴപ്പമില്ല. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. ലാ എന്ന് നബി തങ്ങൾ പറഞ്ഞതൊന്നും ചെയ്യാൻ പാടില്ല. നാം സമ്മതിച്ചതിനൊന്നും കുഴപ്പമില്ല. ആ അല്ലാഹുവിന്റെ റസൂലിനെ നേതാവായി അംഗീകരിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മരിക്കുന്ന സമയത്ത് അവിടെ ആത്മാവ് നമ്മുടെ മരണസമയത്ത് ഹാജരാകാൻ പറ്റുന്ന മരണം മരിക്കാൻ കഴിയണം. ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതാരാണെന്ന് മലക്കുകൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു സമയമുണ്ട് ഖബറിൽ. നമ്മളിങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മക്കളെ പറ്റിയുള്ള ചർച്ചയാണ്, കുടുംബത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും മരിക്കുമെന്ന ബോധം നമുക്കുണ്ടാകുന്നില്ല. ഞാനും ഇതുപോലെ എടുത്തുകൊണ്ടുപോകുമെന്ന ബോധമുണ്ടാകുന്നില്ല. ഓ മനുഷ്യ, നീ നേരത്തെ ജനിച്ചപ്പോൾ നിന്നെ ആളുകൾ കൊണ്ടുപോയി കുളിപ്പിച്ചതാണോ? അങ്ങനെ കുളിപ്പിച്ച് കിടത്തിയതാണ്? മരിച്ചപ്പോഴും നിന്നെ വേറെ ആൾ കുളിപ്പിക്കുകയാണ്. നിനക്ക് സ്വന്തം തന്നെ കുളിക്കാൻ കഴിയില്ല, നിനക്ക് സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയില്ല. നീ ഇതുവരെ യാത്ര ചെയ്ത വാഹനമൊക്കെ മാറിപ്പോയി, നിന്റെ മോതിരം അഴിച്ചു വെച്ചുപോയി, നിന്റെ സ്വർണ്ണവള ഊരിപ്പോയി, നിന്റെ അരിക്കത്തുകൾ മുറിച്ചുപോയി, എല്ലാം കഴിഞ്ഞുപോയി. നീ 3 ഘട്ടം തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുകയാണ്, കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന സമയത്തെ കുറിച്ച് ബോധം വേണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ, ആ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകും നമ്മൾ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇനി ഒരു പ്രാവശ്യം അതിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. ഈ ആയത്ത് മോദിയിട്ട് 4 ഭാഗത്ത് നിൽക്കുന്ന മുഅ്മിനീങ്ങൾ 2 കൈയും കൂട്ടിയിട്ട് മണ്ണ് വാരിയിടും. ഒറ്റ കൈ കൊണ്ടല്ല മണ്ണിടേണ്ടത്, 2 കൈയും കൂട്ടിയിട്ടാണ് മണ്ണ് വാരിയിടേണ്ടത്. അത് ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരാണ് ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും. ഇതാരാണെന്ന് പറയാനൊക്കുമോ? ഇതാരാണെന്ന് പറയാനൊക്കുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസാണ്. ഇവിടെ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നല്ല സ്ഫുടമായ ഭാഷയിൽ പറയാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കണ്ടേ സഹോദരന്മാരെ? ആ നബി തങ്ങളെ നോക്കി പറയാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കണ്ടേ? ആ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം അത് നിങ്ങൾക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും. ഞാൻ വഫാത്തായതിന്
അത്താഴത്തിന് ശേഷമുള്ള സമയം അത് നിങ്ങൾക്ക് ഖൈറാണ്. അതേ തുഅറദു അലയ്യ അഅമാലുകും, നിങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ ഖബറിൽ കാണിക്കപ്പെടും. നിങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് കാണിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, അതേ നീ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ ഇറങ്ങിപ്പോകുന്നത് വരെ നിന്റെ വീട്ടിലെ സ്റ്റേജ് നീ സംരക്ഷിച്ചത് പണ്ഡിതനോടുള്ള ബഹുമാനമാണോ, സയ്യിദിനോടുള്ള ബഹുമാനമാണോ? എങ്കിൽ ഏത് പണ്ഡിതന്മാർക്കും എല്ലാ വിവരവും എത്തിച്ചു കൊടുത്ത നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ സയ്യിദന്മാരെ ബഹുമാനവും അവിടുത്തെ പേരമക്കൾ എന്ന ബഹുമാനമല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള ഖബറിൽ നിന്ന് നിന്റെ വീട്ടിൽ നടക്കുന്ന, നിന്റെ യാത്രയിൽ നടക്കുന്ന, നിന്റെ രഹസ്യത്തിൽ നടക്കുന്ന, നിന്റെ പരസ്യത്തിൽ നടക്കുന്ന, നീ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഏത് അനാശ്വാസ പ്രവണതകളുണ്ടോ, ഏത് ബോറായ പ്രവർത്തനങ്ങളുണ്ടോ, എല്ലാം ആ ഖബറിൽ വെച്ച് ആ നേതാവ് കാണുന്നില്ലേ, ആ നേതാവ് അറിയുന്നില്ലേ? നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങളെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും അറിയുന്നുണ്ട്, വൽ മുഅ്മിനൂൻ. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് നിർമ്മിച്ചു തന്ന ബാപ്പമാരില്ലേ, നിങ്ങൾക്ക് ആ സ്വത്ത് കൈമാറിയ ബാപ്പമാരില്ലേ, അധ്വാനിച്ചുണ്ടാക്കിയ അമ്മമാരില്ലേ, ആ മരിച്ചുപോയ മുഅ്മിനീങ്ങളും നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഖബറിൽ വെച്ച് അറിയുന്നുണ്ടേ. എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അവരെ ദുഃഖിപ്പിക്കാൻ പറ്റുമോ? സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വാസമുള്ളവരല്ലേ? നമ്മളെ ഈമാൻ നമ്മെ എപ്പോഴും നല്ലതിലേക്ക് നയിക്കണ്ടേ? നമ്മളെങ്ങനെ യാതൊരു ലക്കും ലക്കാനുമില്ലാത്ത, ബ്രേക്കില്ലാത്ത ജീവിതമായി പോകാൻ പാടുണ്ടോ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ സഹായം വേണം, അള്ളാഹുവിന്റെ അടുക്കൽ പോകാനുണ്ടെന്ന ബോധം വേണം, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത വേണം. ആ ചിന്ത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ഭൗതികമായ ലോകത്തുള്ള പലതിലും ഹറാമും ഹലാലും നോക്കാതെ നമ്മൾ പലരും പെട്ടുപോകുന്നത്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തകർ ബക്കറ്റും കൊണ്ടുവരും, നല്ല സംഭാവനകൾ ഇട്ടു നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ഇരിക്കുന്നു. എന്ത് കൊട്ടാരം? ചെറ്റപ്പറയാണ് കൊട്ടാരം, അല്ലാതെ വലിയ കൊട്ടാരമൊന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് കാര്യവും ചെയ്യുമ്പോ അതിന്റെ ആളുകളെ പുകഴ്ത്തലോ ആളുകളെ ഗെയ്ത്തലോ നോക്കിയിട്ടല്ലോ ചെയ്യേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പല രാജ്യങ്ങളും മഹാനവറുകളെ കാലത്ത് ഫതഹുണ്ടായി. ധാരാളം സ്വർണവും വെള്ളിയും ഒക്കെ അവിടെ ഖജനാവിലേക്ക് വന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒന്ന് പുകഴ്ത്തിയിട്ടങ്ങ് പാടി, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന സുബുനയ്യാതി വഉമ്മഹുന്ന വകുല്ലന അമീന സമാനി ജന്ന ഖസീമു ബില്ലാഹി ലതഫഅലന്ന. ഓ ഉമർ, ഖൈർ പ്രവർത്തിക്കുന്നവരായ ഉമറേ, സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എന്റെ പെൺമക്കൾക്ക് വസ്ത്രം തരണം, ആ പെൺമക്കളെ ഉമ്മമാർക്കും വസ്ത്രം കൊടുക്കണം. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാവലായി പ്രവർത്തിക്കണം. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ലതഫഅലന്ന, നിങ്ങളത് ചെയ്തേ പറ്റൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി പാടിയപ്പോ അതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു പൊങ്ങാനൊന്നും പോയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ സന്തോഷിച്ചിട്ടില്ല. അതേ സത്യം ചെയ്തല്ലേ പറഞ്ഞത്, അതുകൊണ്ടൊന്നും ഉമർ റളിയല്ലാഹു അൻഹു കുലുങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫൈലം അഫ്അൽ യകൂനു മാദാ, നീ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലഅദ്ഹബന്ന, അങ്ങനെ വന്നാൽ അബൂ ഹഫ്സ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേരാണ്. അബൂ ഹഫ്സ് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്.
അതേ ഞാനങ്ങ് പോകുമെന്നല്ലാതെ നിങ്ങളൊന്നും തന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും വരാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സമയത്ത് ചോദിച്ചു, വൈദാ ദഹബത്തേകൂനു മാദാ, നിങ്ങളങ്ങ് പോയാൽ ഇവിടെ എന്താ വരിക? അപ്പോൾ അയാളങ്ങ് ചൊല്ലാണ്, യകൂനു അൻ ഹാലി ലതുസ്അലന്ന യൗമാ തകൂനുൽ അത്തിയാതു ഹന്നാ وموقف المسؤول بينهن إما إلى نار وإما جنة. എന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സ്ഥലത്ത് നമ്മൾ എത്തും. അവിടെയാണല്ലോ കൊടുത്തവർക്ക് കൊടുത്തതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അവിടെയാണല്ലോ എൻ്റെ ഉടുതുണിയില്ലാത്ത ആ പെൺകുട്ടികളെ കാര്യവും അതുപോലെ ഉമ്മമാരെ കാര്യവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നൊരു സ്ഥലം, പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, അമീറുൽ മുഅ്മിനീൻ. അവിടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ള അവസ്ഥ എന്താണ്? ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന. അവിടെ ഒരുപക്ഷേ നരകത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരും. ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ. അങ്ങനെ രണ്ട് ടീമല്ലേ അവിടെയുള്ളൂ. ഒന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ടീമാണ്, മറ്റൊന്ന് നരകത്തിലേക്ക് പോകുന്ന ടീമാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഫലമ്മാ ദക്കറ ലഹുൽ ജന്നത വന്നാർ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിൽ സ്വർഗ്ഗവും നരകവും ഓർമ്മിപ്പിച്ചപ്പോൾ, വൽ മൗഖിഫു ബൈന യദയിൽ മൗലൽ ജബ്ബാർ, അധികാരമുള്ള പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന വിഷയം ഓർമ്മിപ്പിച്ചപ്പോൾ ബക്കാ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞു. ഹത്താ ഖല്ലത്ത് യത്ഹു ബിദുമുഇഹി, താടിയുടെ ഉള്ളിലൂടെ അതാ കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് വിളിക്കുന്നു, യാ ഗുലാം, അവിടുത്തെ സർവന്റിനെ വിളിക്കുന്നു. അത്ഹി ഖമീസി ഹാദാ ലിദാലിക്കൽ യൗമി ലാലി ശിഅരിഹി. എന്നെ പുകഴ്ത്തി പാടിയ വകയിൽ അവന് ഞാനൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ പടച്ചവന്റെ കോടതിയിൽ പോയി നിൽക്കണമല്ലോ, അതിനു വേണ്ടി എന്റെ ഈ കുപ്പായം ഞാൻ അഴിച്ചു തരാം, അത് അദ്ദേഹത്തിന് കൊടുത്തോളൂ. അമാ വല്ലാഹി ലാ അംലികു ഗൈറഹു, എനിക്ക് സ്വന്തത്തിൽ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, പൊതു സ്വത്തൊന്നും എന്റേതല്ലല്ലോ, അത് അതിന്റെ കാര്യത്തിലല്ലേ ഉപയോഗിക്കാൻ പറ്റൂ, എന്റേതല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. ഈ ഒരു കുപ്പായമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. സുഹൃത്തുക്കളെ, അവരൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയത് പടച്ചവന്റെ കോടതി ഓർമ്മിച്ചിട്ടാണ് കേട്ടോ. അവരെ കാണണം നമുക്ക്, അവരെ കൈപിടിക്കണം നമുക്ക്. നമ്മളെന്തിനാണ് ബദ്ർ മൗലിദ് ഓതുന്നത്? എന്തിനാണ് ബദരീങ്ങൾ ആണ്ട് നടത്തുന്നത്? എന്തിനാ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ആണ്ട് നടത്തുന്നത്? എന്തിനാ റിഫായി ശൈഖിന്റെ ആണ്ട് നടത്തുന്നത്? അതുകൊണ്ട് നമുക്ക് പേരെടുക്കാനാണോ? നമ്മൾക്ക് നമ്മളാ നടത്തുന്നത് എന്ന് പറയാനാണോ? അല്ല, ആ മഹാന്മാരെ കൂടെ ഒരുമിച്ച് കൂടാനാണോ? നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, SYS-ന് വേണ്ടി പ്രവർത്തിക്കണം, മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം, SSF-ന് വേണ്ടി പ്രവർത്തിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി. ഞാൻ ഈ അടുത്ത് ദുബായിൽ വെച്ച് അതേ SYS-ന്റെ സ്റ്റേറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന അവിടെ നടന്ന സമ്മേളനത്തിൽ ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്നലെയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയും പറയട്ടെ, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ അവന്റെ സ്വഭാവം ആവശ്യമില്ലാത്തതിൽ ഇടപെടൂല, ആവശ്യമില്ലാത്തതിൽ ഇടപെടൂല.
അതല്ലേ നമ്മുടെ നേതൃത്വം, അതല്ലേ നമ്മുടെ സംഘടന. ആരെന്ത് ചെയ്താലും, ആര് തമ്മിൽ എന്ത് പറഞ്ഞാലും, എവിടെ എന്ത് കൊടുങ്കാറ്റടിച്ചാലും എല്ലാ മുഅ്മിനീങ്ങളും രക്ഷപ്പെടണം, എല്ലാവരും ഐക്യപ്പെടണം, എല്ലാവരും നന്നാകണമെന്നല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ആരെയും ഇൻസൾട്ട് ആക്കാനോ ഭിന്നിപ്പിൽ സന്തോഷിക്കാനോ നമ്മൾക്ക് പറ്റൂല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർകുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. അത് മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ ഉണ്ടാകുന്ന സവിശേഷതയാണ് കേട്ടോ. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം, ആവശ്യമുള്ളതിൽ ഇടപെടണം, ആവശ്യമുള്ളത് പ്രവർത്തിക്കണം. പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ സംഘടനകൾ ശക്തിപ്പെടുത്തണം, നമ്മളെ പള്ളികൾ പരിപോഷിപ്പിക്കണം, നമ്മുടെ മദ്രസകൾ പരിപോഷിപ്പിക്കണം. നമ്മളെ മദ്രസ മാത്രം അങ്ങനെയില്ല, നമ്മളെ സംഘടന നടത്തുന്നതല്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ മദ്രസകളും പരിപോഷിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പള്ളികളും പരിപോഷിക്കണം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിക്കണം. ആരും വൈരാഗ്യം വെച്ചല്ല ജീവിക്കേണ്ടത്, ആരും വെറുപ്പ് വെച്ചല്ല ജീവിക്കേണ്ടത്, ആരും ബഹിഷ്കരിച്ചല്ല ജീവിക്കേണ്ടത്, ആരും അകന്നു നിന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത്. എനിക്കെപ്പോഴാണ് മരണമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കെപ്പോഴാണ് മരണമെന്നറിയില്ല. മലക്കുൽ മൗത്ത് വരുമ്പോൾ പോകേണ്ടി വരൂലേ? നമ്മുടെ നാട്ടിലുള്ള പലരും മരിച്ചു പോയില്ലേ? കുടുംബങ്ങൾ പലരും മരിച്ചു പോയില്ലേ? സ്ത്രീകളും പുരുഷന്മാരും മരിച്ചു പോയില്ലേ? ഉമ്മ ബാപ്പമാര് മരിച്ചു പോയില്ലേ? നമ്മുടെ സ്റ്റേജുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കുഞ്ഞത്തുള്ള ഹാജി എവിടെ? അതുപോലെ നമ്മുടെ പീറ്റയിൽ മൊയ്തു ഹാജി ഇവിടെ ദർസ് നടത്തുന്ന സമയത്ത് എത്ര അധ്വാനിച്ച ആളായിരുന്നു അദ്ദേഹവും തർവീക്കയും ഒക്കെ. അവരൊക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നു? മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള കുഞ്ഞബ്ദുള്ള ഹാജി മരണപ്പെട്ടു പോയില്ലേ? എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. കുട്ടിക്കാലത്തൊരു മുതഅല്ലിമായതിന്റെ പേരിൽ എന്നോട് ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ തുണ്ടിയിൽ അലി ഹാജി മുതഅല്ലിമായതിന്റെ പേരിൽ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. കടോളി കുഞ്ഞബ്ദുള്ള ഹാജി എന്തൊരു നല്ല സ്നേഹമായിരുന്നു. അതുപോലെ നമ്മളെ നാട്ടിൽ ജീവിച്ച പുന്നോളി അന്ത്രു ഹാജി, അതുപോലെ തന്നെ അപ്പുറത്ത് അസൽക്ക, അതിന്റെ ഇപ്പുറത്ത് കുഞ്ഞമ്മദക്ക, അതുപോലെ അതിന്റെ അപ്പുറത്ത് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്, പരിസരങ്ങളിൽ മരിച്ചു പോയവരുണ്ട്. റബ്ബേ, പേര് എണ്ണി തീർക്കാൻ കഴിയില്ല. അപകടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട അന്ത്രു ഹാജിയും അതുപോലെ അഹമ്മദ് ഹാജിയും അതുപോലെ അല്ലാതെ മരിച്ചു പോയവരും രോഗമായി മരിച്ചവരും എത്രയെത്ര സ്ത്രീകൾ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്തവരും മരിച്ചുപോയി. ഞാൻ പറയട്ടെ, ഈ പാവപ്പെട്ട ഞാനും ഒരു ദിവസം മരിക്കൂലേ? നിങ്ങളും മരിക്കൂലേ? മരിച്ചു പോകുന്ന സമയത്ത് ഈമാനോടെ മരിക്കണ്ടേ സുഹൃത്തുക്കളെ? അതിനുവേണ്ടിയല്ലേ നമ്മുടെ പള്ളിയുടെ ഖിദ്മത്ത്, അതിനുവേണ്ടിയല്ലേ മദ്രസയുടെ ഖിദ്മത്ത്, അതിനുവേണ്ടിയല്ലേ മഹാന്മാരോടുള്ള ആദരവ്, അതിനുവേണ്ടിയല്ലേ വഅദിന്റെ സദസ്സ്, അതിനുവേണ്ടിയല്ലേ സംഘടനാ പ്രവർത്തനം. ഈമാനോടെ മരിക്കണം, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കണം. മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം വിട പറയാൻ കഴിയണം. ഖബറിൽ ചെന്നാൽ സൽക്കർമ്മം സമാധാനിപ്പിക്കാനുണ്ടാകണം. തെറ്റുകൾ വന്നെങ്കിൽ അല്ലാഹു തആല നമുക്ക് മാപ്പ് തരണം. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണം. അവിടെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കണം. മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചില മഹാന്മാർ മരണം ആസന്നമായ സമയത്ത് അവർ ചൊല്ലിയില്ലേ, മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ ചൊല്ലിയില്ലേ, ഇദന്നൽ ഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ. മരിച്ചങ്ങ് ചെന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി തങ്ങളെ കാണാമല്ലോ, മഹാന്മാരെ കാണാമല്ലോ, എന്റെ പ്രിയപ്പെട്ടവരുടെ സമീപത്തെത്താമല്ലോ.
ആ നിലക്ക് ഹൃദയം പ്രകാശിച്ചുകൊണ്ട് മഅരിഫത്തിന്റെ വെളിച്ചം ലഭിച്ചു തഖ്വയോടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ കാണാനുള്ള ആഗ്രഹത്തോടെ ഒരു നല്ല മരണം ലഭിക്കണം. ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവ്, പരസ്പരം മത്സരിക്കുന്ന ദുന്യാവ്, പരസ്പരം കുറ്റം പറയുന്ന ദുന്യാവ്, പരസ്പരം ആക്ഷേപിക്കുന്ന ദുന്യാവ്, പരസ്പരം ഓരോരുത്തരും സ്ഥാനത്തിനു വേണ്ടി ഓടി നടക്കുന്ന ദുന്യാവ്, ഈ താഴ്ന്ന ദുന്യാവിന് പകരം അവസാനിക്കാത്ത ലോകം, അവിടെ സന്തോഷം സമ്പാദിക്കാൻ കഴിയണം. അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് എനിക്ക് ഏറ്റവും കടപ്പെട്ടവരും ഏറ്റവും പ്രിയപ്പെട്ടവരുമായ എൻ്റെ കുടുംബങ്ങളോടും എൻ്റെ നാട്ടുകാരോടും എന്നെ അള്ളാഹു ഏൽപ്പിച്ച വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഈ പാവപ്പെട്ടവനൊരു മഹസൂബായ നബിയല്ല, മഹ്ഫൂദായ കുതുബല്ല, ജീവിതത്തിൽ 1000 തെറ്റുകൾ വന്നുപോയ പാപിയാണ്. ഞങ്ങളിൽ പലരും പാപികളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ നീ നന്നാക്കി തരണമല്ലാ. നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം സംസാരിക്കാനും നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും ഭാഗ്യം തരണേ അല്ലാ. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പേരിൽ നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, സ്നേഹിച്ച ജനങ്ങൾ, നമ്മളെ സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാവരുടെ പേരിലും സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി നമ്മുടെ മുൻഗാമികളോടുള്ള കടപ്പാട് വീട്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. SYSന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടി പലരും ചോദിച്ചു, അവർ തന്നെ എന്നോട് പറഞ്ഞു, ഈ പരിപാടി സംഘടിപ്പിച്ച് വല്ല സംഖ്യയും കൂടുതലുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. കൂടുതലായി പോകുന്നു പേടിച്ചിട്ട് ആരും കൊടുക്കാതിരിക്കണ്ട, എല്ലാവരും നല്ലോണം കൊടുത്തോളി. ആവശ്യം ധാരാളമുണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പ് ഇതിലിങ്ങനെ വരുമ്പോൾ അവിടെ നമ്മുടെ മദ്രസന്റെ സമീപത്ത് വണ്ടി നിർത്തി. അപ്പൊ കുറെ ചെറുപ്പക്കാർ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി അതിന്റെ പണിയിലാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല പൈസ ഉണ്ടാക്കണം, നിങ്ങൾ ഈ മദ്രസ കാണുന്നില്ലേ ഇങ്ങനെ വളരെയേറെ ശോഷിച്ചു നിൽക്കുന്നു, ഈ മദ്രസക്ക് ടൈൽസ് ഇടണം, ആ മദ്രസക്ക് പെയിന്റ് ചെയ്യണം, മദ്രസക്ക് ഇനി ഒരുപാട് പണികൾ എടുക്കാനുണ്ട്. അതിനെല്ലാവരും നല്ല പൈസ വാങ്ങിയിട്ട് വഅദിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ മദ്രസ ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു. അല്ലാഹു തആല അവർക്കും അതുപോലെ സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ നല്ലതിനു വേണ്ടി എപ്പോഴും സഹായിക്കണം. SYSന്റെ കയ്യിൽ ഒരു നയാകാശ് കൊടുത്താൽ വെറുതെ ആയി പോകില്ല, അത് നല്ലതിന് മാത്രമേ ചെലവഴിക്കുള്ളൂ. ഒന്നുകിൽ ചെലവഴിക്കുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ, സാന്ത്വനത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസക്കോ പള്ളിക്കോ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകില്ല. നമ്മുടെ ദീനീ പ്രവർത്തനം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ജനുവരി 20-ന് കുറ്റ്യാടിയിൽ 79 ഖുർആൻ മനഃപാഠമാക്കിയ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ഹാഫിളീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സമ്മേളനമുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അതുപോലെ സയ്യിദ് അലി ബാഫക്കി തങ്ങളും ബദ്രു സാദാത്ത് തങ്ങളും അതുപോലെ വേറെയും പല പ്രമുഖന്മാരും, പൊന്മള ഉസ്താദും, അങ്ങനെ പലരും പങ്കെടുക്കുന്ന ആ പരിപാടി രാവിലെ 10 മണി മുതൽക്ക് തന്നെ ഹഫലത്തുൽ ഖുർആൻ, ഖുർആനെ സംബന്ധിച്ചുള്ള പല പഠനങ്ങളും അതുപോലെ പലതും അവിടെ നടക്കും. നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസം കുറ്റ്യാടിയിൽ വരണം. അതിന്റെ പിറ്റേ ദിവസം 21-ാം തീയതി ഇൻഷാ അല്ലാഹ് ഹജ്ജ് ക്ലാസ് ഉണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അതിൽ വരണം. അതിന്റെ തലേ ദിവസം 19-ാം തീയതി ഞാൻ തന്നെ അവിടെ വഅദ് പറയുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ധാരാളം പണ്ഡിതന്മാർ, നമ്മുടെ ഫാറൂഖ് നഈമിയും അതുപോലെ തന്നെ ഉണ്ടമ്പ്രം സഖാഫിയും അതുപോലെ വേറെയും പലരും അവിടെ വഅദ് പറയുന്നുണ്ട്. വഅദിന് പങ്കെടുക്കണം. നാദാപുരത്ത് സാധാരണയായി നമ്മൾ നടത്തി വരുന്ന വഅദിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ സപ്തദിന പ്രഭാഷണത്തിന്റെ ബോർഡ് വെച്ചത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് വലിയ സന്തോഷമായി. ഒരാളെങ്കിലും കൂടുതൽ ഇൽമു കേട്ടാൽ അതല്ലേ നമുക്ക് ഫലം ചെയ്യുക. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ വെറുതെ ആവില്ല, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ വെറുതെ ആവില്ല, സഹായിക്കുന്നവർ വെറുതെ ആവില്ല. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നമ്മൾ എന്ത് ചെയ്താലും അത് അള്ളാഹു വെറുതെ ആക്കൂല. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ
അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. എല്ലാവരും ഫാത്തിഹ ഓതണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പറമ്പത്ത് അബ്ദുള്ള ഹാജിനെ കാണുമ്പോൾ അല്ലാഹു തആല നല്ല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു പാവപ്പെട്ട സിറാജുൽ ഹുദയുടെ ഒരു പാവപ്പെട്ട ഒരു സ്റ്റാഫായ എൻ്റെ ശിഷ്യരും കൂടിയായ ഒരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന് വീട് വെക്കാൻ സ്ഥലമില്ലായിരുന്നു. നമ്മുടെ അബ്ദുള്ള ഹാജി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞതാണ് കൊടുക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞത് പോരാ, കുറച്ചും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയില്ലാതെ കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അതേപോലെ ഹൈറായത് ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നല്ല ആരോഗ്യം അല്ലാഹു തആല അവർക്കും നമുക്കും ഏറ്റിത്തരട്ടെ. രോഗമുള്ളവരുടെ ഒക്കെ രോഗങ്ങൾ അല്ലാഹു തആല സുഖപ്പെടുത്തി തരട്ടെ. ഏറ്റവും വലിയ രോഗം മനസ്സിന്റെ രോഗമാണ്. അള്ളാഹുവിന് തഖ്വയില്ലാത്ത മനസ്സ്, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത മനസ്സ്, അഹങ്കാരമുള്ള മനസ്സ്, അസൂയയുള്ള മനസ്സ്, വിദ്വേഷമുള്ള മനസ്സ്, മനസ്സിന്റെ രോഗമാണ് ഏറ്റവും വലിയ രോഗം. ആ രോഗം ഏറ്റവും കൂടുതൽ പിടിപെട്ടവരാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ബിദഈകളായ പുത്തൻവാദികളായ കക്ഷികൾ. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ നാട്ടുകാര്, എൻ്റെ കാരണവന്മാര്, എൻ്റെ ജ്യേഷ്ഠന്മാര്, എൻ്റെ അനുജന്മാര്, എൻ്റെ കുടുംബങ്ങള് എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങളിൽ പലരും കൂടുതൽ കിതാബ് ഓതി പഠിച്ചവരാവില്ല, കൂടുതൽ പുസ്തകം വായിച്ച് പഠിച്ചവരാവില്ല. നിങ്ങൾ കുറ്റ്യാടി വന്നാൽ ഒരു റൂം നിറയെ പുത്തൻവാദികളെ പുസ്തകം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 40 കൊല്ലത്തോളമായി ഞാൻ അവരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 40 കൊല്ലത്തിലധികമായി പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പഠിച്ചത് ഈ ഇരിക്കുന്ന നമ്മുടെ കുമ്മോളി ഇബ്രാഹിം ഉസ്താദ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള ഒരു പുസ്തകം കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം എൻ്റെ ജൂനിയറായി പുല്ലൂക്കര പള്ളി പഠിക്കുകയാണ്. അപ്പോൾ ആ പുസ്തകം ഞാൻ വായിച്ചു. അത് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് തോന്നും തറാവീഹ് 8 നിസ്കരിക്കാവൂ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അതിൽ കുറെ ഉദ്ധരണികളൊക്കെ ഉണ്ട്. ഞാനത് കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് പഠനം തുടങ്ങി. ഞാൻ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ അതിൽ കണ്ട എല്ലാ കിതാബുകളും തെരഞ്ഞു പിടിച്ചു നോക്കി. അതിനുവേണ്ടി ഞാൻ എത്രയോ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങ് കോഴിച്ചനൊക്കെ അടുത്ത് ഇറങ്ങിയിട്ട് ക്ലാരിയിൽ നടന്നുപോയി ഒരു കിതാബ് നോക്കാൻ നടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. തൃക്കരിപ്പൂരിൽ ഒരു പള്ളി, വീർച്ചേരി പള്ളിയിൽ കിതാബ് നോക്കാൻ വേണ്ടി നടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുപോയി കിതാബുകൾ പരിശോധിച്ച് അവരെഴുതിയതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി. വാഴക്കാട് പോയി ഞാൻ 4 മദ്ഹബിന്റെയും കിതാബ് കാണാൻ വേണ്ടി. കണ്യത്തുസ്താദും അതുപോലെ ഉള്ളാളങ്ങളൊക്കെ ഓതി പഠിച്ച സ്ഥാപനമുണ്ട് അവിടെ. പക്ഷെ അതിപ്പോ സുന്നത്തി ജമാഅത്തിന്റെ കയ്യിലല്ല, അത് വിദേഹത്തുകാരുടെ കയ്യിലാണ്. കാരണം ശ്രദ്ധിക്കാതെയായി പോയി, അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അവിടെ ധാരാളം കിതാബുണ്ട്. അന്ന് എവിടെയൊന്നും കിതാബുകളില്ല. ഞാൻ അവിടെ പോയി, അവിടെ ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരായ അബ്ദുൽ ബാരിയെയും മറ്റൊക്കെ കണ്ട് ഞാൻ അവിടെ താമസിച്ച് അവിടെ ആ കിതാബ് കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ സോപ്പിട്ട് കുറേ ദിവസം അവിടെ ഇരുന്ന് കിതാബൊക്കെ നോക്കി എഴുതിയെടുത്തു. ഞാൻ ഇത് പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് അധ്വാനിച്ചു. അങ്ങനെ അധ്വാനിച്ചപ്പോൾ എനിക്ക് 100% ബോധ്യപ്പെട്ടു, നരകത്തിലേക്കല്ലാതെ ഒരു പുത്തൻവാദിയും ഒരാളെയും കൊണ്ടുപോകില്ല. കിതാബിന്റെ ഇബാറത്ത് കട്ടിട്ട് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് ആളുകളെ വഞ്ചിക്കുകയാണ്. അപ്പുറം ഇപ്പുറം ഉള്ളത് മൂടി വെച്ചിട്ട് കാണിക്കുകയാണ്. ഖുർആന്റെ അർത്ഥം മാറ്റി പറയാണ്, ഹദീസിന്റെ അർത്ഥം മാറ്റി പറയാണ് എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായത്. അതുകൊണ്ടാണ് എനിക്ക് കുറ്റ്യാടിയിൽ പോയി സേവനം ചെയ്യാൻ സാധിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരാളും നമ്മുടെ ഈമാൻ കളഞ്ഞു വിളിക്കരുത്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. വേറെ എന്ത് തെറ്റുകൾ ഒരു മനുഷ്യന് വന്നുപോയാലും ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പഠിച്ചവനെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന നിലയ്ക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് നന്നാകാൻ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സുന്നത്ത് ജമാഅത്തുന്ന ഒരാൾ പുറത്തു പോയാൽ അയാളെ വിചാരം എന്താണ്? തറാവീഹ് ഇരിക്കുന്നവരെല്ലാം നരകത്തിൽ, 4 മദ്ഹബ് ഇമാമുകൾ നരകത്തിൽ, 8 കരിച്ച ഞാൻ സ്വർഗത്തിൽ നാം വിചാരിക്കുന്നു. പിന്നുണ്ടോ തൗബ ചെയ്യുന്നത്? അവനുണ്ടോ ഏതും കാലത്ത് നന്നാകുന്നത്? അതുകൊണ്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് വിട്ടുപോകരുത് എന്നത് പ്രത്യേകം എൻ്റെ നാട്ടുകാരും കുടുംബക്കാരുമായ എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ വസിയ്യത്തായി പറയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും മസ്അലയിലോ അല്ലെങ്കിൽ സംഘടനാപരമായ വിഷയത്തിലോ തർക്കങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഒരു വലിയ വിഷയമാക്കി കാണുകയും അതിന്റെ പേരിൽ പരസ്പരം സലാം ചെല്ലാതിരിക്കുകയോ പരസ്പരം തുറന്നു നിസ്കരിക്കാതിരിക്കുകയോ പരസ്പരം വെറുപ്പ് കാണിക്കുകയും ചെയ്യരുത്. അത് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരെയൊക്കെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ വേണം. ആലിമീങ്ങൾക്കിടയിൽ മസ്അല തർക്കങ്ങളും സംഘടനാ തർക്കങ്ങളൊക്കെ സാധാരണയാണ്. അതിന്റെ പേരിൽ നമ്മൾ ആരെയും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുകയോ തെറി പറയുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. നമ്മളെ ഈമാൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മളെ ആഖിറത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി അൽ ഫാത്തിഹ. എല്ലാവരും ഇരുന്നോളി, നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربي. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ പരിപാടിയും ഞങ്ങളെ എല്ലാ സംവിധാനങ്ങളും സംരംഭങ്ങളും എല്ലാ പരിപാടികളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ മുൻഗാമികളായി മരിച്ചുപോയ ഞങ്ങളെ ഉമ്മബാപ്പമാരുണ്ട്, ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, സഹായികളുണ്ട്, സഹകാരികളുണ്ട്, ഞങ്ങളെ കുടുംബങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആണ് പെണ്ണുങ്ങളുണ്ട്. അള്ളാഹുവെ, ഈ അടുത്ത് മരിച്ചുപോയ ധാരാളം ആളുകൾ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ മൊയ്തു മാഷ ഉമ്മയടക്കം, അതേപോലെ അപ്പുറത്ത് പുത്തമ്പരയിലടക്കം ഈ അടുത്ത് മരിച്ചുപോയവരുണ്ട്, നേരത്തെ മരിച്ചുപോയവരുണ്ട്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സൂപ്പുകെട്ട് മാഷ അടക്കം അള്ളാഹുവെ, അടുത്ത് മരിച്ചുപോയവരും നേരത്തെ മരിച്ചുപോയവരും അപകടത്തിൽ മരിച്ചുപോയവരും പ്രായമായിട്ടും അല്ലാതെയും മരിച്ചുപോയവരും എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ മരിച്ചുപോയ ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിതന്മാര്, സഹായിച്ചവര്, സഹകരിച്ചവര് എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവരും ഞങ്ങളുമെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങൾ അറിവുകേട് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ദൗർബല്യം കൊണ്ടോ പിശാചി ഞങ്ങളെ വഞ്ചിച്ചിട്ടോ ഞങ്ങൾ ദൗർബല്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ടോ അവക്ക് വഴിപ്പെട്ടിട്ടോ നീ കൽപ്പിച്ചതെന്തെങ്കിലും ഒഴിഞ്ഞുപോയോ, നീ വിരോധിച്ചത് വല്ലതും ചെയ്തു പോയോ, അവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും ആലിമീകളെ അനുസരിച്ച് ജീവിക്കാനും തഖ്വയോടുകൂടെ ജീവിക്കാനും തൗഫീഖ് നൽകണം റഹ്മാനെ. നാഫിആയ ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ ആയിരക്കണക്കിന് ചെറിയ മക്കൾ ബസ്സിൽ കയറിയിട്ട് സിറാജുൽ ഹുദയുടെ സ്കൂളുകളിൽ പാറക്കടവിലും നാദാപുരത്തും കുറ്റ്യാടിയിലും പല സ്ഥലത്തും പോകുന്ന ചെറിയ മക്കളുണ്ട്. ആ മക്കൾക്ക് നിന്റെ കാവൽ നൽകണം റഹ്മാനെ. ആ മക്കളെയും അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അള്ളാഹുവെ, തോന്നിവാസികളാക്കരുത് റഹ്മാനെ. അള്ളാഹു ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിലെല്ലാം ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. എല്ലാ ശർറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും സർവ്വജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന എത്രയോ മുഅ്മിനീകളുണ്ട്. ഉംറക്ക് പോകുന്ന സമയത്ത് ഉമ്മയുടെ മരുന്ന് അറിയാതെ പെട്ടിയിലായി പോയത് കൊണ്ട് ജയിലിൽ കിടക്കുന്ന വ്യക്തിയുണ്ട്. അല്ലാഹുവേ,
അതേപോലെ ഒരു തെറ്റും ചെയ്യാതെ ഉള്ള സ്വത്തുക്കൾ മുഴുവനും കഫീല് പിടിച്ചെടുത്തിട്ട് കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. അതുപോലെ ഒരു തെറ്റും ചെയ്യാതെ വിദേശ രാജ്യത്ത് ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ, തൂണേരിയിലുള്ളൊരു പ്രവർത്തകൻ, അള്ളാഹു ഒരു തെറ്റും ചെയ്യാതെ മറ്റാരോ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച് ഉള്ളിൽ കിടക്കുന്നുണ്ട്. റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ. ആര് എവിടെ കുടുങ്ങിയിട്ടുണ്ടോ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു കുടുക്കിലും കുടുങ്ങാതെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, കടങ്ങളുള്ളവർക്ക് അത് വീട്ടി തരണേ അല്ലാ. വിവാഹം നടക്കേണ്ട എത്രയോ ആൺകുട്ടികൾ വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്. വിവാഹം നടക്കേണ്ട എത്രയോ സ്ത്രീകൾ, പെൺകുട്ടികളുണ്ട്. ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. ഹൈറായത് എളുപ്പമാക്കണേ അല്ലാ. വീട് നിർമ്മിക്കേണ്ടവരുണ്ട്, നീ അവർക്കത് എളുപ്പമാക്കണേ അല്ലാ. സ്ഥലത്തും വിറ്റ് കിട്ടേണ്ടവർ വാങ്ങിക്കിട്ടേണ്ടവരുമുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. പടച്ചറബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് പല പെർമിഷനുകളും കടലാസുകളും ശരിയാകേണ്ടതുണ്ട്. അതുപോലെ വിദേശത്തും നാട്ടിലും അധ്വാനിക്കുന്ന പലർക്കും പല ലൈസൻസുകളും അതുപോലെ പല കടലാസുകളും ക്ലിയർ ആകേണ്ടതുണ്ട്. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, നീ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പല രോഗങ്ങളുള്ളവരുണ്ട്, ശാരീരികമായും മാനസികമായും പല വിധത്തിലുമുള്ള രോഗങ്ങളുള്ളവരുണ്ട്. സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസറും ട്യൂമറും അൾസറും ഷുഗറും പ്രഷറും ഹാർട്ട് രോഗവും കിഡ്നി രോഗവും അതുപോലെയുള്ള എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് ആരെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടോ, ഏത് ചെറുത് വലുത് രോഗമാണെങ്കിലും ശാഫിയായ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തന്നേക്കരുത് അല്ലാ. ആരോഗ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, കടങ്ങളുള്ളവരുണ്ട്, ഒരുപാട് കടപ്പാടുകൾ വീട്ടാനുണ്ട്. അത് വീട്ടാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുതേ അല്ലാ. മറ്റൊരാളുടെ ഒരു ഹക്ക് പോലും, ഒരു നയാകാശ് പോലും ജീവിതത്തിൽ പെട്ടുപോകാതെ ക്ലിയറായ നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളുടേതോ ദീനിന്റെ സംഘടനയുടേതോ വ്യക്തികളുടേതോ ആരിലും ഒരു നയാകാശ് പോലും ഞങ്ങളടുക്കൽ പെട്ടുപോകാതെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കുടുങ്ങുന്ന ഒരു വിഷയത്തിലും ഞങ്ങളെ നീ കൊണ്ടുപോയി ചാടിക്കരുത് അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യവും നീ തന്ന സമ്പത്തും നീ തന്ന സന്ദർഭങ്ങളും നീ തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിൽ മതിമറന്ന് നീ പൊരുത്തപ്പെടാത്ത വഴിയിൽ ജീവിക്കുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് അല്ലാ. ഞങ്ങളുടെ നാടുകളെല്ലാം ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, അവസാനം നല്ല ഒരു സമയം, നല്ല ഒരു ദിവസം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ്, നിന്റെ പേരുച്ചരിച്ചുകൊണ്ട്, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആനന്ദിച്ചുകൊണ്ട്, നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അവസാനം ചീത്തയാകാൻ കാരണമാകുന്ന ഒരാശയത്തിലും ഒരാദർശത്തിലും ഒരു പ്രവർത്തനത്തിലും ഒരു വിഷയത്തിലും ഞങ്ങളെ കൊണ്ടുപോയി ചാടിച്ച് ഞങ്ങളെ നീ നശിപ്പിക്കരുതേ അല്ലാ. പടച്ച റബ്ബേ, ഔലിയാക്കളെ വഴിയാണ്, സാലിഹീകളെ വഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് വ്യാജ തരീഖത്തിൽ കുടുങ്ങിപ്പോകുന്ന എത്രയോ അറിവില്ലാത്ത ജനങ്ങളുണ്ട്. അവരെയും നീ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. അതുപോലെ ഏത് തെറ്റായ ആശയങ്ങളിൽ തെറിച്ചു പോകുന്നവരുണ്ടോ, തെറിച്ചു പോയവരുണ്ടോ, അവർക്കതിനെ സംബന്ധിച്ച് നന്നായി ചോദിച്ച് പഠിക്കാനുള്ള സന്മനസ് കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴിയിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം കലിമത്തു തൗഹീദ് ചൊല്ലി ആഖിബത്ത് നന്നായി മരിച്ച് സാലിഹീകളോട് കൂടെ നിന്റെ മുൻഗാമികളായ മഹാന്മാരുടെ കൂടെ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ സ്നേഹിച്ചവരെയും
ഞങ്ങളെ സഹായിച്ചവരെയും ഈ പരിപാടി സംഘടിപ്പിച്ചവരെയും അവരോട് സഹകരിച്ചവരെയും സഹകരിക്കുന്നവരെയും ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും പരിസരങ്ങളിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയവരെയും അതുപോലെ ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ ഇന്നേ വരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ മുഅ്മിനാത്തുകളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ഉമ്മവാപ്പമാർ അവരെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പ്രവർത്തകന്മാർ, നേതാക്കൾ, സഹായികൾ അവരുടെ എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകണേ അല്ലാഹ്. ഈ പള്ളി നിർമ്മിക്കുന്നതിന് സഹായിച്ച വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹ്. ദുബായിൽ ബിസിനസ് നടത്തുമ്പോഴും ഒരു നയാകാശ് പോലും പലിശയുമായി ബന്ധമുണ്ടാകരുതെന്നതിനാൽ ഞാൻ ബാങ്കിലുള്ള ഒരു പ്രവർത്തനവും നടത്താറില്ലെന്ന് എന്നോട് പറഞ്ഞ ആ പ്രായമുള്ള മനുഷ്യൻ, അല്ലാഹുവേ അദ്ദേഹത്തെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചറബേ, ഞങ്ങളെ മദ്രസ നിർമ്മിക്കുന്ന സമയത്ത് നാട്ടുകാരെ കൊണ്ട് കഴിയും പോലെ അവരെല്ലാം സഹായിച്ചു റബ്ബേ. പിന്നീട് അതിന്റെ മേലെ നില എടുക്കേണ്ടി വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് ഒരു ലെറ്ററും കൊണ്ടുപോയി അബുദാബിയിൽ ഒരു വ്യക്തിയോട് ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാ, അദ്ദേഹം അത് ഏറ്റെടുത്തു. അങ്ങനെ അതിന്റെ മേലെ നില ഞങ്ങൾക്ക് നിർമ്മിക്കാൻ നീ തൗഫീഖ് ചെയ്തു. അതിന് സഹായിച്ച ആ നല്ല മനുഷ്യൻ, അദ്ദേഹം വേറെയും ഒരുപാട് സഹായം ചെയ്ത ആളാണ്. അല്ലാഹുവേ, അദ്ദേഹവും മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മദ്രസക്ക് സ്ഥലം തന്നവരുണ്ട്, പള്ളിക്ക് ആവശ്യമുള്ള സ്ഥലം പിന്നെയും കൂട്ടിത്തന്ന കുഞ്ഞബ്ദുള്ള ഹാജിയുണ്ട്. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആര് എന്ത് സഹായം ചെയ്തവരുണ്ടോ എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ പലരും പല വിഷയത്തിനു വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അർഹമുർ റഹീമിനായ റബ്ബേ, അവർക്കെല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മത്സ്യബന്ധനത്തിന് കടലിൽ പോയി മീൻ കിട്ടാതെ പ്രയാസപ്പെടുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അത്തരം പലരും സിറാജുൽ ഹുദയിൽ പലപ്പോഴും നേർച്ച കൊണ്ടുവന്നു തരുന്നവരാണ്. നീ അവർക്കെല്ലാവർക്കും അവരുടെ ആ ഹലാലായ സ്വത്ത്, കടലിൽ നിന്ന് ലഭിക്കുന്ന സ്വത്ത്, അത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമിനായ റബ്ബേ, ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉണ്ടാകുമായിരുന്ന രണ്ടാളുകൾ അപകടം പറ്റി കിടക്കുന്നവർ, ഞങ്ങളെ മാവിലാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാരും അതുപോലെ ഫിർദൗസ് അബ്ദുള്ള ഹാജിയും, അല്ലാഹുവേ നീ അവർക്ക് പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമിനായ റബ്ബേ, കുടലിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് മലത്തിലൂടെ ചലം വന്ന് പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ രോഗം ഷാഫിയായ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഓൺലൈനിലൂടെ പ്രസംഗം കേട്ടവരുണ്ട്, പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാവർക്കും സർവ്വ ഖൈറും നീ നൽകണേ അല്ലാഹ്. ചൂടുള്ള വെള്ളം മറിഞ്ഞ് 2 വയസ്സുള്ള കുട്ടി ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ ആ കുട്ടിക്ക് പരിപൂർണ സലാമത്ത് നൽകണം അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് പലപ്പോഴും തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർക്കും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഉംറക്ക് പോയവരുണ്ട്, അവർക്കെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പ്രവർത്തകന്മാരുടെ ബിസിനസ്സുകളിലും ജോലികളിലും ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ ജോലി എടുക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും, അതേപോലെ ബിസിനസ് നടത്തുന്നവർ നാട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും, കൃഷി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും, ഏത് മഈശത്തിന്റെ വഴി തേടുന്നവരുണ്ടോ എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ തുറക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ക്യാൻസറായി ബ്രസ്റ്റ് നീക്കം ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും പരിപൂർണ സലാമത്ത് കൊടുക്കണം അല്ലാഹ്. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും അനുയോജ്യമായ ഖൈറായ ജോലി നൽകണം അല്ലാഹ്. മരിച്ചുപോയ ഉപ്പാമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. 7 വർഷം കല്യാണം കഴിഞ്ഞിട്ട് മകൾക്ക് സന്താന സൗഭാഗ്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഇന്ന് നേരം എടുത്തതിന് ശേഷവും മക്കളില്ലാത്ത പലർക്കും ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, മക്കളില്ലാത്ത എല്ലാവർക്കും നീ ഖൈറായ മക്കളെ കൊടുക്കണം അല്ലാഹ്. മക്കളില്ലാത്തതിന്റെ പേരിൽ ഇന്നും ദിക്ർ എഴുതി വാങ്ങിയവരുണ്ട്, നീ അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ആര് ആവശ്യപ്പെട്ടോ അവർക്കും നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ യാചിക്കുന്ന അടിമകളാണ്, നീ കൊടുക്കാൻ അധികാരമുള്ള രാജാവാണ്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞങ്ങളെക്കാൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയുന്ന രാജാവാണ് നീ.
ഞങ്ങൾ നിന്നോട് യാചിക്കുന്നത് ഞങ്ങൾ യാചിക്കുന്ന അടിമകളാണ് എന്നത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും നിന്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാനാണ് ഞങ്ങൾ എപ്പോഴും നിന്നോട് യാചിക്കുന്ന അടിമകളാണ് അല്ലാഹ്. എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്ന രാജാവ് നീയാണ് അല്ലാഹ്. നീ തന്നതിനൊന്നും നിയമത്തിനൊന്നും ശുക്ർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നീ എന്തെല്ലാം നിയമത്തുകളാണ് ഞങ്ങൾക്ക് ചൊരിച്ചു തന്നത്. ഏത് നിയമത്തിനും ശുക്ർ ചെയ്യേണ്ട ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയ നന്ദി കേടിന് മാപ്പാക്കണം ശാക്കിരികളായ നന്ദിയുള്ള അടിമകളാക്കി തരണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.